ധന്യമുഹൂർത്തത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട SK സാർ മാധ്യമരംഗത്ത് 40 വർഷം മനോഹരമാക്കുന്നതിലൂടെ ഈ പാതയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദ്യമായ സ്വീകരണം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. 24-നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്കും അദ്ദേഹത്തിൻ്റെ ഈ ലഹരിക്കെതിരെ അക്രമത്തിനെതിരെയുള്ള ഈ സഞ്ചാരപാതയിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കൊട്ടുക്കര സ്കൂളിൻ്റെ പ്രിയപ്പെട്ട എല്ലാ സാരഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സായന്തനത്തിലേക്ക് മനോഹരമായ സ്വീകരണം പറയുകയാണ്. ഈ സദസ്സ് അധ്യക്ഷത വഹിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറെ ക്ഷണിക്കുകയാണ്. ആദരണീയനായ SKN സാർ, 24-ൻ്റെ ടീം അംഗങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, മാധ്യമരംഗത്ത് 40 വർഷം എന്ന ചരിത്രം പൂർത്തീകരിച്ചുകൊണ്ട് വലിയൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ഇന്ന് നാടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സാമൂഹ്യ വിപത്തിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള SKൻ്റെ നേതൃത്വത്തിലുള്ള ലഹരിക്കെതിരെയുള്ള അക്രമത്തിനെതിരെയുള്ള ഈ വലിയ യാത്ര, ഈ വലിയ ദൗത്യം എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക്, പണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലേക്ക് എത്തിച്ചേർന്ന SKനും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാനേജർ അബൂബക്കർ ഹാജി അവർ ഇവിടെയുണ്ട്. അദ്ദേഹം ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള KT അബ്ദുറഹ്മാൻ സാർ 2 വാക്കിൽ ആശംസകൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തെ വളരെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് SK സാറിനെ ടീമിനെയും സ്നേഹപൂർവ്വം മനോഹരമായ ഒരു കലാലോകത്തിലൂടുകൂടി ഈ സായം സന്ധ്യയെ ഒന്ന് അതിമനോഹരമാക്കാൻ വേണ്ടി ദീപ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള നാടൻപാട്ട് സംഘത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നാടൻപാട്ട് സംഘം എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തുക. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇതാ വരികയാണ്. വേദിയെ ധന്യമാക്കാൻ സംസ്ഥാന തലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കപ്പെട്ട നമ്മളുടെ നാടൻപാട്ട് സംഘം SK സാറിന് മനോഹരമായ ഗാന സമ്മാനം അർപ്പിക്കുകയാണ്. കൊട്ടുക്കര സ്കൂളിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച, കേരളത്തിൻ്റെ ശ്രദ്ധയിലെ ആകർഷിച്ച പ്രിയപ്പെട്ട കൂട്ടുകാർ ഇതാ വേദിയിലേക്ക്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയൂരിലെ ആദിവാസി വിഭാഗമായ കുറുമ്പരുടെ ഊട്ടാട്ടപ്പാട്ട്. आधा चक्के अदक चक्के अदक चक्के आधा चक्के लादा पोड़े लदक चक्के अपड़ी पोड़े लदक चक्के आहा ए हे ओ हो आधा 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 चक्के अदक चक्के अपड़ी पोड़ आधा भैया आहा ए हे ओ हो കുള്ളാട് തൊടിൽ കെട്ടി ലാമാസോ ലാമാസോ നാലങ്കയില് വെണ്ടോ മാമാസോ കുള്ളാട് തൊടിൽ കെട്ടി ലാമാസോ മാമാസോ നാലങ്കയില് വെണ്ടോ മാമാസോ ലങ്കയില് വെണ്ട് ലാമാസോ മാമാസോ നാ
കുടിമെടിലെ വെന്തോ മാമാസോ ലങ്കയിലെ വെന്റെ ലാ മാമാസോദോ മാമാസോ നാ കുടിമെടിലെ വെന്തോ മാമാസോ തില്ലേലേലേലേലോ തില്ലേലേലേലോ തില്ലേലോ ആ തില്ലേലേലേലേലോ തില്ലേലേലോ തില്ലേലേലേലേലോ തില്ലേലേലേലോ തില്ലേലോ ആ തില്ലേലേലേലോ തില്ലേലേലോ മാമാനിത് കണ്ണാളകല മാമാസോദോ മാമാസോ ന സെങ്കുന്തി വേദ മാമാസോ മാമാനിത് കണ്ണാളകല മാമാസോദോ മാമാസോ ന സെങ്കുന്തി വേദ മാമാസോ സെങ്കുന്തി വേദ ല മാമാസോദോ മാമാസോ ന വെള്ളക്കുണ്ട വേദ മാമാസോ സെങ്കുന്തി വേദ ല മാമാസോദോ മാമാസോ ന വെള്ളക്കുണ്ട വേദ മാമാസോ आधा चके अदक चके अदक चके आधा चके लदा पोड लदक चके अपड़ी पोड लदक चके आहा ए हे ओ हो तिल्ले ले 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 लो तिल्ले ले ले लो तिल्ले लो आ तिल्ले ले ले लो तिल्ले ले लो तिल्ले ले लो तिल्ले ले लो तिल्ले लो आ तिल्ले ले लो तिल्ले ले लो മാമാനിത് കയ്യാളകല മാമാസോദോ മാമാസോ നാം പുട്ടി നടുവനെ കയ്യോ മാമാസോ മാമാനിത് കയ്യാളകല മാമാസോദോ മാമാസോ നാ പുട്ടി നടുവനെ കയ്യോ മാമാസോ പുട്ടിനോട് വെനെ കയ്യില്ല മാമാസോദോ മാമാസോ നവേനി നാട് സുരുളോ മാമാസോ പുട്ടിനോട് വെനെ കയ്യില്ല മാമാസോദോ മാമാസോ നവേനി നാട് സുരുളോ മാമാസോ തില്ലേലേലേലേലോ തില്ലേലേലേലോ തില്ലേലോ ആ തില്ലേലേലേലോ തില്ലേലേലോ തില്ലേലേലേലോ തില്ലേലേലേലോ തില്ലേലോ ആ തില്ലേലേലേലോ തില്ലേലേലോ आधा चके अदक चके अदक चके आधा चके लदा पोड लदक चके अपड़ी पोड लदक चके आहा ए हे ओ हो വഞ്ചി മണ്ടു തിരുപുല്ലുകൂത്തി പിടിത്തുകൊണ്ട മകനെ ജോ നാത്തി പിടിത്തുകൊണ്ടോ ലക്ഷണ സോലോ മകനെ ജോ ആലവ്വേക്ക് സൊന്നദാനാലപ്പനക്ക് സോലോ മകനെ ജോ ആലവ്വേക്ക് സൊന്നദാനാലപ്പനക്ക് സോലോ മകനെ ജോ आधा चके अदक चके अदक चके आधा चके लदा पोड लदक चके अपड़ी पोड लदक चके आहा ए हे ओ हो कुलंगी माले पत्तेक माडोटी पोना मगने जो ना माडोटी पोना तना माडो कंडो कंडो मगने जो आ माडो कंडो कंडो सिनवु कंडो कंडो मगने जो आ माडो कंडो कंडो सिनवु कंडो कंडो मगने जो आधा चके अदक चके अदक चके आधा चके लदा पोड लदक चके अपड़ी पोड लदक चके आहा ए हे ओ हो अपन मानी तोटक लोडी पोना लावू सिनवाजो ना अपन मानी तोटक लोडी पोना वाग मगने जो आ बोलंदा वाइना लानोलंदा लैता सिनवाजो आ बोलंदा वाइना लानोलंदा लैता सिनवाजो आधा चके अदक चके अदक चके आधा चके लदा पोड लदक चके अपड़ी पोड लदक चके आहा ए हे ओ हो तिल्ले ले लो 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 बिट्टू निंदे लोडु कोपे പൊന്നിത്തായേ കളാ നിന്റെ ലോഡു കോപ്പെ പൊന്നിത്തായേ ബിട്ടു നിന്റെ ലോഡു കോപ്പെ പൊന്നിത്തായേ നാ കളാ നിന്റെ ലോഡു കോപ്പെ പൊന്നിത്തായേ തില്ലേ ലേ ലോ തില്ലേ 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 ലോ നാളേക്ക് വെടിന്താ പൊന്നിത്തായേ
വിത്ത് വിത് നടുക്കൊടു പൊന്നിൻ തായേ നാളേക്ക് വെടിന്ത പൊന്നിത്തായേ നാ വിത്ത് വെത് നടുക്കൊടു പൊന്നിത്തായേ आधा चके अदक चके आधा चके लदा पोड़ लदक चके अपड़ी पोड़ लदक चके आहा ए हे ओ हो तिल्ले ले लो 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 ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട KT സാർ ഈ വേദിയെ ധന്യമാക്കുകയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ എസ് കെ എൻ സാർ തൻ്റെ മാധ്യമ രംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന കാലിക പ്രസക്തിയുള്ള ഒരു സന്ദേശം സ്റ്റേറ്റിലുടനീളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ജൈത്രയാത്രയിൽ ഇവിടെ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ പാണക്കാട് പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേർന്നു. ഈ ദൗത്യം വളരെ വിജയപ്രദമായി സമാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയൻസ്. വേദിയെ ധന്യമാക്കാൻ സ്കൂളിലെ ലഹരി വിരുദ്ധ നൃത്ത സംഘം ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. അവരെ സ്വാഗതം ചെയ്യുന്നു. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. കുരുന്നിലെ പിടികൂടാൻ മാഫിയ പതുങ്ങിനിൽ കൊണ്ടെമ്പാടും. പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുങ്ങുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ. വിഷങ്ങൾ പലതുണ്ടരുതേ. അവയുടെ അടുത്തു പോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാളും നാം.
കൊട്ടുക്കര സ്കൂളിനെ ഹരിത വിദ്യാലയമായി കേരളത്തിലെ 2ാം സ്ഥാനത്തേക്ക് നയിച്ച അതിന് ഏറ്റവും കൂടുതൽ കൂടെ നിന്ന നമ്മുടെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റ് ഇപ്പോൾ വേദിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഏറ്റവും ബഹുമാന്യര്, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് കൊട്ടുക്കര സ്കൂൾ. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമായി 5500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും ഭയപ്പെടുന്നത് നിങ്ങൾ ഉയർത്തി കേരളത്തിലുടനീളം നടത്തുന്ന ഈ സന്ദേശജാഥ, അതിൽ പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ വിഷയത്തിൽ സ്കൂൾ വളരെ ഗൗരവമായി, വളരെ ടീം വർക്കോടുകൂടി SPC അതുപോലുള്ള നമ്മുടെ സ്കൂളിലെ വിവിധ ക്ലബ്ബുകൾ കൃത്യമായി ഗ്രാസ് റൂട്ടിൽ ആ വർക്കുകൾ നടത്തിക്കൊണ്ടാണ് ഈ വലിയ വിപത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ലഹരി വിരുദ്ധ പാഠശാലയൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ വർഷം ഒരു കൗൺസിലറെ അടക്കം ഈ സ്കൂളിൽ PTA നേതൃത്വത്തിൽ ഞങ്ങൾ നിയമിക്കുകയും കൃത്യമായ ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് ഈ ഉയർത്തുന്ന ഈ വലിയൊരു സന്ദേശം ഇന്ന് കേരളം നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ ഭയപ്പാടോടുകൂടി രക്ഷിതാക്കൾ ഓരോരുത്തരും കാണുന്ന ഈ വലിയ വിപത്തിനെതിരെ SKN നടത്തുന്ന ഈ മാധ്യമ പ്രവർത്തനത്തിൽ 40 കൊല്ലം തികയുന്ന അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തിന് PTA എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിൻ്റെ ശബ്ദം ലഹരിക്കെതിരെയും ആരോഗ്യ പ്രതിരോധ രംഗത്ത് രോഗത്തിനെതിരെ ശക്തമായ പാട്ടുകൾ എഴുതി, മാപ്പിളപ്പാട്ടുകൾ എഴുതി, ട്രാഫിക് പോലീസിനിടയിലൂടെ കൊട്ടുക്കര സ്കൂളിൻ്റെ ശബ്ദം കേരളം മുഴുവൻ എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട റസിയ ടീച്ചറും കുട്ടികളും ഇപ്പോൾ ആ നിമിഷ ഗാനം ഇപ്പോൾ വേദിയെ ധന്യമാക്കിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കരുത്ത് നേടണം കൂട്ടരെ നമ്മൾ, ഒരൊറ്റ മനമായി ചേരണം നമ്മൾ, വെറുത്തകറ്റണം തുടച്ചു മാറ്റണം വിഭത്തിതാം ലഹരി, അതുവഴി ഉലകിതിലഖിലവും പുലരണം ഒരു പുതുവസന്തമാം പുലരി. കരുത്ത് നേടണം കൂട്ടരെ നമ്മൾ, ഒരൊറ്റ മനമായി ചേരണം നമ്മൾ, വെറുത്തകറ്റണം തുടച്ചു മാറ്റണം വിഭത്തിതാം ലഹരി, അതുവഴി ഉലകിതിലഖിലവും പുലരണം ഒരു പുതുവസന്തമാം പുലരി. ഉയർന്ന് കേൾക്കണ കൊലവിളി അനവധി, ഉയരെടുക്കാൻ എവിടെയുമായി ധൃതി. ഉയർന്ന് കേൾക്കണ കൊലവിളി അനവധി, ഉയരെടുക്കാൻ എവിടെയുമായി ധൃതി. ഉദാത്ത ചിന്തകൾ അണിഞ്ഞ കൽബിനു പിണഞ്ഞു പോയി ചതി, അതുവഴി ഉടയണ തകരണ കുടുംബമൊക്കെയും മുടങ്ങിയല്ലോ ഗതി. കരുത്ത് നേടണം കൂട്ടരെ നമ്മൾ, ഒരൊറ്റ മനമായി ചേരണം നമ്മൾ, വെറുത്തകറ്റണം തുടച്ചു മാറ്റണം വിഭത്തിതാം ലഹരി, അതുവഴി ഉലകിതിലഖിലവും പുലരണം ഒരു പുതുവസന്തമാം പുലരി. പെരുത്ത സുന്ദരമായൊരു ജീവിതം പരുത്തതാക്കി തീർത്തു നീ വിധം, പെരുത്ത സുന്ദരമായൊരു ജീവിതം പരുത്തതാക്കി തീർത്തു നീ വിധം. പെരും കൊടുക്കിൽ കുടുങ്ങി വീണ്ടും സ്വയം നശിക്കല്ലേ, അനുദിന പെരുകിണ മാഫിയ സംഘമിൽ വീണു നീ പിഴച്ചു പോകല്ലേ. കരുത്ത് നേടണം കൂട്ടരെ നമ്മൾ, ഒരൊറ്റ മനമായി ചേരണം നമ്മൾ, വെറുത്തകറ്റണം തുടച്ചു മാറ്റണം വിഭത്തിതാം ലഹരി, അതുവഴി ഉലകിതിലഖിലവും പുലരണം ഒരു പുതുവസന്തമാം പുലരി. കരുത്ത് നേടണം കൂട്ടരെ നമ്മൾ, ഒരൊറ്റ മനമായി ചേരണം നമ്മൾ, വെറുത്തകറ്റണം തുടച്ചു മാറ്റണം വിഭത്തിതാം ലഹരി, അതുവഴി ഉലകിതിലഖിലവും പുലരണം ഒരു പുതുവസന്തമാം പുലരി. നമ്മളെല്ലാം കൊതിച്ചു നിൽക്കുന്നത് SK സാറിൻ്റെ ശബ്ദം കേൾക്കാനാണ്.
അതിനു മുൻപ് വളരെ മനോഹരമായ ഈ സ്കൂളിനെ അധ്യാപകരുടെ നേതൃത്വത്തിലൂടെ ശക്തമാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാഫ് സെക്രട്ടറി ഈ വേദിയെ ധന്യമാക്കുകയാണ് 2 വാക്കുകളിലൂടെ. നമസ്കാരം പ്രിയമുള്ളവരെ. ദൃശ്യമാധ്യമ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച 2 ചാനലുകൾ ഫ്ലവേഴ്സും 24ഉം മലപ്പുറം ജില്ലക്കും കൊണ്ടോട്ടിക്കുമൊക്കെ അവരുമായി മറ്റു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളടക്കം സാറിൻ്റെ ചാനലിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വലിയ അഭിമാനമാണ്. അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും സാറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അരുത് അക്രമം ലഹരി എന്ന ഈ ശീർഷകത്തിലുള്ള ക്യാമ്പയിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. സ്കൂള് ഇവിടെ പറഞ്ഞതുപോലെ 1976 സ്ഥാപിച്ച് 50 വർഷം പൂർത്തിയാവുകയാണ്. ഗോൾഡൻ ജൂബിലി വർഷമാണ്. ഞങ്ങളും വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഈ ലഹരിക്കെതിരായി അക്രമത്തിനെതിരായി വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളുമായി ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസരത്തിലാണ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 5600ഓളം കുട്ടികൾ പഠിക്കുന്നു. ആ അക്കാഡമിക് പ്രൊഫഷൻസിയോടൊപ്പം ഏറ്റവും അച്ചടക്കമുള്ള സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ഒരു നയമാണ് നമ്മുടെ ഈ സ്കൂൾ മുന്നോട്ട് വെക്കുന്നത്. സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മാധ്യമ സുഹൃത്തുക്കൾ വളരെ സജീവമായി ഞങ്ങളുമായിട്ട് ഈ കാലങ്ങളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. സാറിൻ്റെ ഈ ഉദ്യമത്തിന്, ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സ്കൂളിന് വേണ്ടി, സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. താങ്ക് യു. വിശ്വസംസ്കാര പാലകരാകും വിജ്ഞരേ യുഗം വെല്ലുവിളിപ്പൂ ആവുമോ ഭവാന്മാർക്കു നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ. വേഗമാവട്ടെ സ്നേഹസുന്ദര പാതയിലൂടെ അക്രമത്തിനും ലഹരിക്കുമെതിരെ അതിശക്തമായ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് 24 ചാനലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട SK സാർ 40 വർഷം മനോഹരമാക്കിയതിൻ്റെ ഒരു ഉദ്യമം കൂടി ഈ യാത്രയിലുണ്ട് എന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട SK സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശരിക്കും ഈ സ്റ്റിക്കർ ആൾക്കാരുടെ നെറ്റിയിലാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ വീടുകളിലൊക്കെ ഒട്ടിക്കാൻ കഴിയട്ടെ. അതിനുള്ള ഒരു നമ്മുടെ എല്ലാ വീടുകളിലും പണ്ടൊക്കെ നമ്മൾ ഈ അപായം തുടരുത് വൈദ്യുതി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒട്ടിക്കില്ലേ, അതുപോലെ ഈ സാധനം ഒട്ടിക്കണം. അത്രയും വലിയ കരുതൽ നമുക്ക് വേണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ നിങ്ങൾ ഒട്ടിച്ചു തുടങ്ങിക്കോളൂ. പ്രിയമുള്ളവരെ, ഈ സ്കൂളിനെ കുറിച്ച് എനിക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് മനസ്സിലായത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ 24-ൻ്റെ തന്നെ ചെയർമാൻ ആലിംഗൽ മുഹമ്മദാണ് നമ്മളുടെ ഈ സ്കൂളിനെ കുറിച്ചൊക്കെ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞത്. പക്ഷേ ഇത്രയധികം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും ഈ ഫ്ലവേഴ്സും 24ഉം പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് മലപ്പുറം ജില്ലയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം ആലിംഗൽ മുഹമ്മദിനെ പോലെ മാന്യന്മാരായ ചില ആളുകൾ എൻ്റെ അഭ്യർത്ഥന മാനിച്ച് എന്നോടൊപ്പം ചേർന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഏതെങ്കിലും TV ചാനലിൽ കണ്ടേനെ ഒരു അവതാരകനായിട്ട്. പക്ഷേ എൻ്റെ ഏറ്റവും സുഖമുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്ലവേഴ്സ് തുടങ്ങിയിട്ട് 10 കൊല്ലം തികയുന്ന ഒരു വേളയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് നിസാർ സയ്യിദ് എന്ന് പറയുന്ന ഒരാൾ ദുബായിൽ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ഒരു പരസ്യ ഏജൻസി, ഏഷ്യ വിഷൻ എന്ന് പറഞ്ഞൊരു പരസ്യ ഏജൻസിയുടെ സ്ഥാപകൻ നിസാർ സയ്യിദ് ഒരു സസ്പെൻസ് മോഡലിൽ പറഞ്ഞു, 1-2 ആൾക്കാരെ ഒപ്പിക്കാൻ പറ്റുവാണെങ്കിൽ എൻ്റെ കയ്യിലൊരു വ്യവസായിയുണ്ട്, മാന്യനാണ്, അങ്ങയുടെ കൂടെ ചേരാൻ പറ്റുന്ന ഒരാളായിരിക്കും, അദ്ദേഹത്തെ നമുക്ക് തപ്പിയെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ കുറേ ദിവസങ്ങൾ ഇദ്ദേഹം പേര് പറയില്ല. ചില ലക്ഷണങ്ങളൊക്കെ പറയും. 2 കണ്ണുണ്ട്, നല്ല മുടിയുണ്ട്, 2 കാലിലാണ് നടക്കുന്നതെന്നൊക്കെ പറയും. ആരാന്ന് മാത്രം പറയില്ല. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഒരു ദിവസം നമുക്ക് അബുദാബിയിലെത്തിയാൽ ഈ മനുഷ്യൻ ആരാണെന്ന് കാണാം. ഞാനിങ്ങനെ സസ്പെൻസിൽ ഇങ്ങനെ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുനയിൽ ഇരുന്ന് കണ്ട ആളാണ് ആലിംഗൽ മുഹമ്മദ്.
അപ്പോൾ അദ്ദേഹം ഒരുപാട് നിലപാടുകളുള്ള ഒരു മനുഷ്യനാണെന്ന് ആദ്യ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് മനസ്സിലായി. ഇപ്പോഴും ഏറ്റവും വലിയ നേട്ടം നമുക്കറിയാം, നമ്മൾ ഒരാളെ കണ്ട് 10 കൊല്ലം, ഒരു 12 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിനെ കണ്ടിട്ട്. ഈ 12 കൊല്ലം കഴിഞ്ഞിട്ടും അതേ ഊഷ്മളതയോടെ അദ്ദേഹത്തോടുള്ള ബന്ധം നിലനിർത്താൻ കഴിയുന്നെങ്കിൽ അത് എൻ്റെ മാത്രം മിടുക്കാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ മനസ്കതയാണ്. അദ്ദേഹം അടിമുടി ജെൻറ്റിൽമാനായ വ്യവസായിയാണ്. നിങ്ങൾക്കൊക്കെ അറിയും പോലെ ഒരുപാട് മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാൾ കൂടിയാണ്. അത് അദ്ദേഹം നടപ്പിലാക്കുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല സ്ഥാപനങ്ങളിലും, ഗൾഫ് നാടുകളിലെ പല സ്ഥാപനങ്ങളിലും നമ്മൾ പോകുമ്പോൾ അത് നമുക്കത് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യും. മലപ്പുറം ജില്ലയിൽ വേങ്ങരയിൽ താമസിക്കുന്ന അദ്ദേഹം ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു പിക്ചറാണ് തരുന്നത്. അവിടെ അദ്ദേഹം ഒരു കാര്യം, ഈ പാണക്കാട് പൂക്കോയ തങ്ങൾ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയി ശീർഷാസനം ചെയ്ത് അവിടെ 2 മണിക്കൂർ നിൽക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ചിലപ്പോൾ നിന്നു വരും. കാര്യം ആ മനുഷ്യനോട് എനിക്ക് അത്ര വലിയ കടപ്പാടുണ്ട്. കാര്യം അദ്ദേഹത്തോടുള്ള ബന്ധമാണ് ഒരുപക്ഷെ ഫ്ലവേഴ്സും 24ഉമായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ പരിലസിക്കുന്നത് നിങ്ങളറിയാം. ഇനി നമ്മുടെ കാര്യത്തിലേക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഈ സൗമനസ്യത്തിനും സ്നേഹത്തിനും ഒക്കെ നന്ദി. നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. ശബ്ദമൊക്കെ ഒരു പരിവായി, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാര്യം ഒരുപാട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ കയറിയതിന് ശേഷം ഞാനും ഇത്തിരി ഇലക്ട്രിഫൈഡായി. ഇവിടുത്തെ ആൾക്കാരുടെ ആവേശമൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ വിട്ടു. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ കൺട്രോളിങ് സ്വിച്ചായി നടക്കുന്ന ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്തോളാൻ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ അങ്ങാവും. അപ്പോൾ എൻ്റെ കൺട്രോൾ പോയി തുടങ്ങി. കാരണം നമ്മൾ ആൾക്കാർ എത്ര താല്പര്യത്തോടെയാണ് നമ്മളെയൊക്കെ കാണുന്നത്. മാത്രമല്ല, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു ഭാഗ്യം, ഞാൻ ഈ 40 കൊല്ലത്തിൻ്റെ അറുതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എന്നെ ആരും ഇതുവരെ ഒരു സെലിബ്രിറ്റിയായി കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു സിനിമാ താരത്തെ കാണുന്ന പോലെയോ ഒരു ടെലിവിഷൻ കഥാപാത്രത്തെ കാണുന്ന പോലെയോ ഒന്നും ആരും എന്നെ കാണുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നമ്മുടെ 2 സഹൃദയന്മാരിവിടെ വരുന്നുണ്ട്, ആഷ്മി താജ് ഇബ്രാഹിം, അതുപോലെ വിജയകുമാർ. അവരെയും കൂടി അവർ കൂടി 2 കസേര കൊടുത്താൽ നന്നായി. ഓക്കെ. അപ്പോൾ ഞങ്ങളീ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നാട്ടുകാരും പ്രേക്ഷകരുമായിട്ടുള്ള അകലം വളരെ കുറവാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ളത്. അതായത് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്നെയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ വീട്ടിൽ കുറച്ചു കാലത്തിന് മുമ്പ് അവരുടെ വീട്ടിൽ നിന്ന് പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ അവർ കാണുമ്പോൾ എന്നൊരു ആവേശമുണ്ടല്ലോ, ആ ആവേശം എനിക്ക് ഇവിടെ പോലും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കാണുന്നത്. നിങ്ങളൊരിക്കലും ഒരു താരപരിവേഷം ഞങ്ങൾക്ക് കൽപ്പിച്ചു തരുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ തെങ്ങിന് തടം തുറങ്ങാൻ പോകുന്നൊരു കർഷകൻ്റെ പണിയോ അതല്ലെങ്കിൽ കുന്താലി ഇളയ്ക്കുന്നൊരു കൃഷിക്കാരൻ്റെ പണിയോ ഒക്കെ ആയിട്ട് നമ്മളിതിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു കൃഷിക്കാരൻ അവൻ ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ 40 കൊല്ലം കടന്നാൽ 40ാം വാർഷികം അവൻ ആഘോഷിക്കും, അത്രയേ ഉള്ളൂ. നമ്മളതിനെ അങ്ങനെ കാണുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഹൃദയങ്ങളിലേക്ക് കയറുക ഒരു ടെലിവിഷൻ പ്രസൻറ്ററിന് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നമുക്ക് ഒരുപക്ഷെ ഒരു ജാട കലർന്ന രീതിയിൽ സംസാരിക്കുക, പണ്ടൊക്കെ ടെലിവിഷനിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കള്ളത്തൊണ്ടയിലായിരുന്നു സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറൊരു ശബ്ദമായിരുന്നു. 90കളിലൊക്കെ ടെലിവിഷനെ കണ്ട് പരിചയമുള്ള ആളുകൾക്ക് അറിയാം. നമ്മൾ ആ കള്ളത്തൊണ്ടയൊക്കെ പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞ് അണ്ണാ വാണ, ഞാനും വിജയകുമാറും ആഷ്മിയൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിക്കുന്ന കൗണ്ടിങ് ഡേയിൽ അവതരിപ്പിക്കുന്ന ഇലക്ഷൻ ബുള്ളറ്റിൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതായത് ഒരു കാലത്തും ലോകത്ത് ഒരു ടെലിവിഷൻ ചാനലിലും ഈ ആൾക്കാർ ഉത്കണ്ഠയുടെ പിച്ചാത്ത മുന്നിലിരുന്നാണ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചോ തോറ്റോ എന്നറിയുന്നത്. അവിടെ ഫലിതം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിക്കുന്നുള്ളിരിക്കും. ചിലപ്പോൾ അസ്ഥാനത്തെ കോമഡി എങ്ങാനും പറഞ്ഞാൽ ആൾക്കാർ കഴുത്തിന് പിടിക്കും പുറത്തിറങ്ങിയാൽ. പക്ഷേ അവിടെ ആൾക്കാർക്ക് ഉല്ലാസത്തോടെ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷൻ കഴിഞ്ഞു, ഒരാൾ ജയിക്കും അല്ലെങ്കിൽ തൂക്കും, അത് ഉറപ്പാണ്. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം ആളുകളിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ വളരെ കപ്പലണ്ടിയൊക്കെ കുറിച്ച് ചായയൊക്കെ കുടിച്ച് അല്പം തമാശയൊക്കെ കേട്ട് ഈ ഇലക്ഷൻ ബുള്ളറ്റിൻ കേൾക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. അതൊരുപക്ഷെ അത് പരീക്ഷണമായിരുന്നു, അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ഞങ്ങൾ 3 പേരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളിങ്ങനെ ഈ ചെറിയ കോമഡി പറഞ്ഞു തുടങ്ങി. ഈ കോമഡി അങ്ങ് വ്യാപകമായി.
എല്ലാവരും കോട്ടയത്തെ ടോംസിൻ്റെ ബോമനും മോളിയും വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ഇന്ന് 2 വിറ്റ് അടിക്കും. നമ്മൾ ആദ്യം പിണറായി വിജയൻ മത്സരിച്ച് ധർമ്മടം മണ്ഡലത്തിൽ കയറുമ്പോൾ 2 വിറ്റ് പറയും. അത് കഴിഞ്ഞ് കോട്ടയം മണ്ഡലത്തിൽ നമ്മൾ 3 വിറ്റ് പറയുന്നു. ഓരോ ചാനലും ഇറങ്ങിയിരിക്കുക. അപ്പം നമ്മൾ പറയുന്ന വിറ്റ് എറിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ. പിന്നെ തമാശയ്ക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? തമാശയ്ക്ക് 2 രൂപയേ ഉള്ളൂ. ഒന്നുകിൽ ആളിൽ തലയറിഞ്ഞ് ചിരിക്കും, അല്ലെങ്കിൽ നാറ്റക്കേസാവും. മറ്റേ സീരിയസ് പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല എന്നേ പറയും. മറ്റേ അയ്യോ ചളം എന്ന് പറഞ്ഞ ആൾക്കാർ നമുക്ക്, മാത്രമല്ല ഒറ്റ ബലിതം തകർന്നു പോയാൽ ആ ബലിതം കൊണ്ട് നമ്മുടെ സാമൂഹിക ജീവിതം തന്നെ ചിലപ്പോൾ അപകടത്തിലാവും. നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ തോണ്ടിയിട്ട് ആൾക്കാർ പറയും എന്തിനാ മനുഷ്യ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് വളരെ നമ്മൾ എറിക്കാത്ത ബലിതത്തിൻ്റെ ബാക്കി പത്രം പോലെ ഒരു മനുഷ്യൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ജീവച്ഛവമായി മാറും. പരിഹസത്തിൻ്റെ ഇങ്ങനെ കൂരമ്പുകൾ ചെയ്യും. അപ്പോൾ ഈ ഒരു പരീക്ഷണമൊക്കെ നമുക്കിങ്ങനെ മലയാള ടെലിവിഷനിൽ നടത്താൻ കഴിഞ്ഞു. അതൊക്കെ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, വി ഡി സതീശനെ പോലെയോ മുഖ്യമന്ത്രിയെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഈ ഇലക്ഷൻ കാലത്ത് 24 കാണുന്നതിനകത്തൊക്കെ ഈ ചെറിയൊരു ബലിതബോധമൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ നമ്മുടെ ജനങ്ങളുമായിട്ട് കുറച്ചുകൂടി അടുക്കാനും, പിന്നെ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യം, പ്രേക്ഷകനും പ്രക്ഷേപകനും തമ്മിൽ ഒരു അകലം ഉണ്ടായിരുന്നു ടെലിവിഷനിൽ. ഞങ്ങളത് വെട്ടിമാറ്റി. ഞങ്ങൾ ശരിക്കും വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വാർത്താ മുറിയിലേക്ക് നിങ്ങളൊരാൾക്കിടയിൽ വന്നാൽ ഇരിക്കണ ചായ വാങ്ങിച്ചേരാന്ന് പറയും. ആ വാർത്ത ചിലപ്പോൾ നമ്മൾ പാലസ്റ്റൈനിലെ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇവിടെയുള്ള ഒരാൾ ഒരു സേട്ട് അവിടോട്ട് കയറി, എൻ്റെ സേട്ടാണായിരിക്കും, നമ്മൾ ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കങ്ങനെ ജനങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ലെന്ന് നമുക്ക് മനസ്സിലായി. അവരുടെ ക്ഷമാശീലം കൊണ്ടല്ല, അവരിതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരു തൊട്ട അയൽവാസിയെ കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ പെരുമാറുന്നത് കൊണ്ട് ടെലിവിഷനിൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ 10 വർഷക്കാല ജീവിതം കൊണ്ട് മനസ്സിലായി. അതുതന്നെയാണ് 24 ജനശ്രദ്ധയിൽ വരാനും ജനങ്ങൾ ആ ചാനൽ ഏറ്റെടുക്കാനും നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലായി മാറാനും എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു ജനസമ്പർക്ക പരിപാടി നടത്തുമായിരുന്നു. ആ പരിപാടിയിൽ ആളുകൾ ആയിരക്കണക്കിന് മെമ്മോറാണ്ടങ്ങളുമായിട്ട് പല പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കും. അതേ യഥാർത്ഥത്തിൽ ലോകം അവസാനിക്കാൻ പോകുന്ന വേഗത്തിലാണ് ഓരോന്നും ഇങ്ങനെ പറക്കി വാങ്ങിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഇപ്പം ശരിയാവും. അപ്പം നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ ഈ 40-ാം വാർഷികം പ്രമാണിച്ച് നമ്മൾ നടത്തിയ ഈ SKN40 യാത്രയ്ക്കിടയിലും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഒരുപാട് മെമ്മോറാണ്ടം കിട്ടുക. ജീവിതത്തിൽ എനിക്ക് നടപ്പാക്കാൻ പറ്റുന്ന മെമ്മോറാണ്ടം ഒന്നുമല്ല അതിൽ പറയുന്നത്. പക്ഷേ എന്നാൽ പോലും ജനങ്ങൾ വിശ്വസിക്കുകയാണ് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആഷ്മയുടെ അടുത്തോ വിജയകുമാറിൻ്റെ അടുത്തോ ഒരു മെമ്മോറാണ്ടം കൊടുത്താൽ എന്തെങ്കിലും കിട്ടും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ യാത്രയ്ക്ക് 2 ഘട്ടങ്ങളായിരുന്നു. ആദ്യ ഘട്ടം 16-ാം തീയതി തിരുവനന്തപുരത്ത് നമ്മൾ ലോഞ്ച് ചെയ്തു. 2-ാം ഘട്ടം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി. ആദ്യ ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ മെമ്മോറാണ്ടങ്ങളെല്ലാം വളരെ ഗൗരവമായി നമ്മൾ പരിശോധിച്ചു. അതിൽ ഇപ്പോൾ മിക്കവാറും ജപ്തിയാണ്. നിങ്ങൾക്കറിയാം, ഈ വരവറിയാതെ ചിലവാക്കുന്ന മലയാളി EMI കൊടുത്ത് മുടിഞ്ഞ അവസാനം ഈ ബാങ്കുകാരൻ ജപ്തിയായിട്ട് വീട്ടിൽ കയറി വരുമ്പം ഒരു കയറെടുത്ത് അങ്ങ് തൂങ്ങും. അത് അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോൾ തൂങ്ങുന്നതിന് മുമ്പ് ഇയാളോടും കൂടെ ഒന്ന് ചോദിച്ചു കളയാം, പൈസ അടയ്ക്കാൻ പറ്റുമോ ബാങ്കിൽ എന്ന്. പിന്നെ മിക്ക ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ യൂസഫ് അലി അടുത്ത ആഴ്ച കണക്ക് വഴി വരുമോ? അപ്പോൾ ഞാനൊരു അമ്മച്ചിയോട് പറഞ്ഞു, അദ്ദേഹത്തെ അങ്ങനെ കണ്ടു കിട്ടുന്ന അത്ര എളുപ്പമല്ലെന്ന് പറഞ്ഞു. ഒന്ന് കാണിച്ചു തന്നാൽ കാലേ തൂങ്ങിയായാലും ഞാൻ കാര്യം സാധിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ച് സഞ്ചരിച്ചോളാം പറഞ്ഞു. കാര്യം എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴേ വാതിക്ക് 1000 പേര് കാണും. അപ്പോൾ ഇത് ഞങ്ങൾ ഈ 1-ാം പകുതിയിൽ കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ജനങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുന്ന പണമോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിൻ്റെയോ നമ്മുടെ ഈ ആരെങ്കിലും മുഹമ്മദിനെ പോലെ അദ്ദേഹത്തെ പോലെയുള്ള പ്രൊമോട്ടർമാരുടെ പണമാണ്. അതിനൊക്കെ ഓഡിറ്റും അങ്ങനെയുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം 1-ാം പകുതിയിലെ ആളുകൾ ചെയ്ത മെമ്മോറാണ്ടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. 2-ാം പകുതിയിലും ഇങ്ങനെ കുറേ സംഭവം കിട്ടുന്നുണ്ട്. അത് നമ്മൾ കോഴിക്കോട് അവസാനിക്കും മുമ്പ് അതിലും തീരുമാനമാകും. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾ 24 കണക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഒരു ചാരിറ്റി സ്ഥാപനമാണ്, കണക്റ്റിംഗ് മലയാളീസ് അക്രോസ് ദ വേൾഡ് എന്നുള്ളതിന്. എല്ലാ മലയാളികളെയും ഒന്നിച്ചൊരു കൊടക്കീഴിൽ ചേർക്കുക, ഉള്ള മലയാളിയിൽ നിന്ന് പണമെടുത്ത് ഇല്ലാത്ത മലയാളിക്ക് കൊടുക്കുക. ഈ റോബിൻ ഹുഡും കായംകുളം കൊച്ചുണ്ണിയൊക്കെ കാണിച്ചിരുന്നൊരു കലാപരിപാടിയാണ് അത് കുപ്പായമിട്ട് ഉള്ളവൻ്റെ അടുത്തൊന്നല്ലേ വാങ്ങിക്കാൻ പറ്റൂ. അതുകൊണ്ടുള്ള ആളുടെ അടുത്ത് വാങ്ങിക്കുക, ഇല്ലാത്ത ആൾക്കാർ കൊടുക്കുക എന്നുള്ളൊരു സംഭവം. അതേസമയം നമ്മുടെ നാട്ടിൽ അമ്മമാർക്ക് ഒരുപാട് വൈഷമ്യമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ജനങ്ങളൊക്കെ ഇത്രയും ടെൻഷനിലാണോ ജീവിക്കുന്നത്. അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. കാരണം നമ്മൾ ഒരു പരിധിവരെ നമ്മുടെ സാമ്പത്തിക വീക്ഷണമില്ലായ്മ തന്നെയാണ്. 1000 രൂപ വരുമാനമുള്ളവൻ 2000 രൂപ മാസം EMI അടയ്ക്കാൻ വേണ്ടി സ്കൂട്ടറിൻ്റെ ലോൺ എടുക്കുക. ഇതൊക്കെ ചെയ്യുന്നൊരു നാടാണ് കേരളം. മാത്രമല്ല ആർഭാടത്തിൻ്റെ അങ്ങേ തലയ്ക്ക് നിന്ന് നമ്മൾ ഈ എങ്ങനെയാണ് വര പറഞ്ഞ് ചിലവാക്കുക എന്ന് മനസ്സിലാക്കാതെ പ്രവർത്തിക്കും. അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് പലതും. ഞാനിനി പറയാൻ വരുന്നത്, ഞങ്ങളുടെ ഈ യാത്ര ഈ 40 കൊല്ലക്കാലം
മീഡിയയിൽ പ്രവർത്തിച്ചു എന്നതിനേക്കാളും ഈ കഴിഞ്ഞ കുറച്ച് കാലമായി ഞങ്ങളെ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം പെരുകുന്നു. ഒരു ദിവസം ശരാശരി 5-10 കൊലപാതകങ്ങൾ നമ്മൾ വാർത്താ വായനക്കാരെ വായിച്ചു തീർക്കുക. കുട്ടികളുടെ ചക്കയുടെ പാട്ടായിരുന്നു. ഒരു ചക്കയുടെ പാട്ട് ഇപ്പോൾ വന്നില്ലേ കൊള്ളായിരുന്നത്. അപ്പം ആ ചക്കയുടെ പാട്ടിൻ്റെ വരികൾ ഞാനൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിച്ചു, പറ്റിയില്ല. എന്നാ ചക്കയുടെ അത് ഓക്കെ. അപ്പോൾ സന്തോഷം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്ന ഒരു വേളയിൽ ഒരു ദിവസം ഒരു പ്രഭാതത്തിൽ നിങ്ങൾക്കറിയുന്ന പോലെ രാവിലെ 7 മണിക്ക് വീട്ടമ്മമാർക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു മോർണിംഗ് ഷോയിലേക്ക് കടന്നു കയറുമ്പോൾ അപകടകരമായിട്ടുള്ള ഒന്നും അവർ നല്ല സന്തോഷത്തോടെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലൊക്കെ ജോലി ചെയ്യും. വീട്ടച്ഛന്മാർ അല്ലെങ്കിൽ വീട്ടിലെ ബാപ്പന്മാർ ചായയോ എന്ന് ചോദിക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു സാധാരണ മലയാളി വീടിൻ്റെ അകത്തളങ്ങളിൽ വലിയ അലോസരം ഉണ്ടാക്കാതെ ഈ മോർണിംഗ് ഷോ കടന്നു പോകണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. ആ സമയത്താണ് ഈ കൊലപാതകങ്ങളുടെ നീണ്ട നിര. അങ്ങനെ ഓരോ ദിവസവും ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ കൂടുന്നു. ചിലപ്പോൾ കൊച്ചു പിച്ചാത്തിയുമായിട്ട് ഒരു 12 വയസ്സുകാരൻ ഒരാളെ കുത്തിക്കൊന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ റെക്കോർഡിട്ടു. 14 കൊലപാതകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു. അത് 2 മണിക്കൂർ ദൈർഘ്യത്തിനിടയിൽ ഒരു 120 മിനിറ്റിൽ 14 കൊലപാതകം കേരളത്തിൽ നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കൊലപാതകം എന്ന് പറയുന്ന സാധനം നമ്മുടെ റിപ്പോർട്ടർ ഇങ്ങനെ കൊലപാതകം റിപ്പോർട്ട് ചെയ്യുമ്പം കൊറ്റക്കുളങ്ങരയിൽ നിന്ന് ശിവശങ്കരൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം ഇന്നലെ കാലത്ത് 12 മണിക്കായിരുന്നു ശിവശങ്കരൻ വഴിയരികിൽ കണ്ടതെന്നും പറഞ്ഞ് ഒരു 1.5 മണിക്കൂർ അയാൾ പറയും. അപ്പോൾ ഇത് നമ്മളൊരു 10-14 എണ്ണം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ തലച്ചോറ് തല്ലി പൊളിഞ്ഞു പോകും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും കൊലപാതകങ്ങൾ? ഞാൻ വിചാരിച്ചിനി വാർത്താ ചാനലുകളൊന്നും ഇല്ലാത്തൊരു കേരളത്തിൽ ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, നമ്മളറിയാതെ പോകുന്നതാകുമോ എന്നൊക്കെ നമ്മുടെ വിജയകുമാറിനെ പോലെയുള്ള വാർത്താ ദുരന്തന്മാരോട് നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല. 1, 2, 3, 4, 5 കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. അത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത്. 70 കൊലപാതകങ്ങൾ 2 മാസങ്ങൾക്കുള്ളിൽ നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളുടെ ഉത്തരവാദി MDMA ആണ്. MDMA ബാധിച്ച പിശാച് ബാധിച്ച ആളുകളാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയും ഈ രാസലഹരി ലഭ്യമാകുന്നത്? ആരാണിത് കേരളത്തിലേക്ക് ഒഴുക്കി വിടുന്നത്? ആരാണ് ഈ യമുനയുടെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി മാറിയപ്പോൾ ഈ 40-ാം കൊല്ലം ഒരു അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നത് പോലെ ഇങ്ങനൊരു യാത്ര നടത്തിയാലോ എന്ന് നമ്മുടെ സഹപ്രവർത്തകരെല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയത്. അതായത് ജീവിതം മുഴുവൻ കണ്ണീരായി മാറിയ ചില അമ്മമാരായിരുന്നു ഈ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത്. സിദ്ധാർത്ഥൻ്റെ അമ്മ വരെ അതിലുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, റാഗിങ് പോലുള്ള വൃത്തികെട്ട സംസ്കാരം കൊണ്ട് കുട്ടികളുടെ കഴുത്തറുത്ത് വീഴ്ത്തുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അമ്മയുടെ വിലാപം കേൾക്കാതെ പോകുന്ന കുട്ടികളും ഈ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മളോട് പിന്നെയും വിളിച്ചു പറയുന്ന സിദ്ധാർത്ഥൻ്റെ അമ്മയെപ്പോലുള്ള 100-150 അമ്മമാരാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ അമ്മമാരുടെ കണ്ണുനീർ കേരളത്തിൽ വീഴുന്നു, ഉമ്മമാരുടെ ദുഃഖം കനീഭവിച്ച് കേരളത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഓരോ ജില്ലയും കടന്നപ്പോൾ ഞങ്ങളുടെ അമ്പരപ്പ് കൂടി. പല പള്ളിക്കൂടങ്ങളുടെ വരാന്തകളിലും ഇത്തരം രാസലഹരിയുമായി റോന്തു ചുറ്റുന്ന നരാധമന്മാരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ് കേരളത്തിൽ. ഏറ്റവും അവസാനം ഒരു 10 ജില്ലകൾ പിന്നിടുമ്പോൾ നിങ്ങളുടെ ധൈര്യപൂർവ്വം ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, കേരളത്തിലെ ഒരു ഗ്രാമവും ഒരു പഞ്ചായത്തും പോലും ഇത്തരം അക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. രാസലഹരിയുടെ സ്വാധീനം എല്ലായിടങ്ങളിലേക്കും കടന്നു കയറുകയാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എൻ്റെ കുട്ടികളും എൻ്റെ പിതാവും എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും ഈ രാസലഹരിക്ക് അടിമപ്പെടുന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢിയാണ്. കാരണം നിങ്ങളെക്കാളും രാസലഹരിക്ക് അടിമപ്പെട്ട ഒരാൾ നിങ്ങളുടെ അയലത്ത് താമസിക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ തിയേറ്റർ വരാന്തയിൽ ഒരു MDMA-കാരനെ നിങ്ങൾ കണ്ടുമുട്ടിയെന്ന് വരും. ഏത് സമയത്തും തൻ്റെ കൺമുമ്പിൽ കാണുന്ന ഒരാളോട് കൊലക്കത്തിയുമായി പ്രതികാരത്തിനിറങ്ങി വരുന്ന ഒരു MDMA-കാരൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ ഒരു പാതകം ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. നിങ്ങളുടെ വീട്ടിനുള്ളിൽ സ്വാസ്ഥ്യമുണ്ടെങ്കിലും സമാധാനം കെടുത്താൻ ഒരു അയൽവാസി ഉണ്ടാകും എന്നുള്ള സംഭവം കേരളത്തിൽ ബാക്കി നിൽക്കുന്നു. ഈ കേരളം ഇങ്ങനെ ആയിരുന്നില്ല, നിങ്ങൾക്കറിയാം. നമുക്ക് ചിലപ്പം വളരെ അപൂർവമായ ചില പൊട്ടിത്തെറികളും അക്രമങ്ങളും അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമെങ്കിലും സമാധാനത്തിൽ കഴിഞ്ഞു പോകുന്നൊരു ജനസമൂഹമാണ് നമ്മൾ. കോവിഡ് വന്നപ്പോൾ നമ്മൾ വളരെ ഐക്യത്തോടെ പ്രവർത്തിച്ചു. പ്രളയം വന്നപ്പോൾ പ്രളയത്തിൻ്റെ മുകളിൽ മറിയാൻ നമ്മൾക്ക് കഴിഞ്ഞു.
കൈത്താങ്ങ് കൊണ്ട് പരസ്പരം സഹകരിച്ച് നമ്മൾ പ്രളയത്തിൻ്റെ കാലം കടന്നു. കോവിഡിൻ്റെ കാലം അങ്ങനെയാണ് നമ്മൾ കടന്നുപോയത്. എന്നാൽ കോവിഡിന് ശേഷം, പ്രളയത്തിന് ശേഷം കേരളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അത് ഈ കാലമാണ്. അതായത് രാസലഹരിയുടെ വ്യാപനം. അപ്പോൾ പിന്നെ മദ്യം നിങ്ങൾ വെറുതെ വിടുമോ എന്ന് ചോദിച്ചാൽ മദ്യത്തിൻ്റെ ഒഴുക്ക് കേരളത്തിൽ വളരെ കൂടുതലാണ്. വൈകുന്നേരമായാൽ പട്ടഷാപ്പിൽ കയറിയിരുന്ന് കുടിച്ച് മത്തനായി വീട്ടിൽ വന്ന് കയറി കുടുംബം കുട്ടിച്ചോറാക്കുന്ന ആ ഗൃഹനാഥന്മാരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ്. നിങ്ങൾക്കറിയാം, ഓരോ വർഷം കഴിയുന്തോറും സർക്കാർ ഖജനാവിലേക്ക് കോടികളുടെ വിറ്റുവരവ് കൂടുന്നു. അതേസമയം ഇന്നൊരു സുഹൃത്ത് എന്നോട് പറയുകയായിരുന്നു, ഒരുപാട് പണം ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ വരുന്ന ഉപോൽപ്പന്നങ്ങളുണ്ടല്ലോ, ക്രമസമാധാന നില, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇതിനായി ചിലവാക്കുന്ന കോടികൾ ഇതിനേക്കാളും വരില്ലേ എന്നൊരു സുഹൃത്ത് എന്നോട് ചോദിച്ചു. ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും. നമ്മൾ ശരിക്കും ഈ മദ്യനിരോധനം അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അളവ്, മദ്യത്തിൻ്റെ ലഭ്യത, മദ്യത്തിൻ്റെ വ്യാപനം കുറച്ചുകൊണ്ട് വന്ന് സർക്കാർ മറ്റു വഴികളിൽ ഈ റവന്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം മദ്യക്കച്ചവടം കൂട്ടുകയാണ്. അതിൻ്റെ പിന്നാലെയാണ് ഈ രാസലഹരിയുടെ സംഭവം കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, 10 വയസ്സുകാരൻ 12 വയസ്സുകാരിക്ക് സഹോദരിക്ക് MDMA കൊടുക്കുന്നു. കുളിമുറിയിൽ കുളിക്കുന്ന സഹോദരിയുടെ ചിത്രമെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഉമ്മയോട് ഉമ്മയല്ലെന്ന രീതിയിൽ സംസാരിക്കുന്നു. സ്കൂൾ വരാന്തകളിലും സ്കൂൾ ക്ലാസ് മുറികളിലും ടീച്ചേഴ്സിനെ കാണുമ്പോൾ അധ്യാപികമാരെ വൃത്തികെട്ട കമൻറ്റിലൂടെ സ്വീകരിക്കുന്ന കുട്ടികളുണ്ടാകുന്നു. നമ്മളൊക്കെ ഒരു അധ്യാപകനെയോ അല്ലെങ്കിൽ അധ്യാപികയോ കാണുമ്പോൾ അവരുടെ ഒരു പുഞ്ചിരി ഏറ്റുവാങ്ങുമ്പോൾ ജീവിതത്തിൽ നമുക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയ ഒരു അനുഭവമായിരുന്നു. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അധ്യാപിക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും ആദരവർഹിക്കുന്ന ജോലിയാണ്. അതൊരു ജോലിയല്ല, ഒരു സേവനമാണ്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ അധ്യാപകർ കുട്ടികളെ ശാസിക്കുന്നതിൽ നിന്ന് അവർക്ക് ഒരു ചൂരിലെടുത്ത് ഒരു കഷായം കൊടുക്കണമെന്ന് തോന്നിയാലും പിന്മാറുന്നൊരു സാഹചര്യം ഈ നാട്ടിലെ രക്ഷാകർത്താക്കൾ ഉണ്ടാക്കി. ഒരു കുട്ടിയോട് ശാസനാരൂപത്തിൽ പെരുമാറുന്ന ഒരു അധ്യാപകനെതിരെ FIR ഇടിക്കാനും കോടതിയിൽ കേസ് കൊടുക്കാനും അതുപോലെ അവരെ പോലീസിലൂടെ അറസ്റ്റ് ചെയ്യിക്കുവാനും അവരെ വർഷങ്ങളോളം കോടതി വരാന്തയിൽ നിർത്തുവാനും നമ്മുടെ മാതാപിതാക്കൾ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് പല സ്കൂളുകളിലും അധ്യാപകന്മാർ ഒരു പടി പിന്നോട്ടിറങ്ങിയത്. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അധ്യാപകർ ചൂരൽ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞത്. കാരണം അധ്യാപകർക്കെതിരെ പ്രോസിക്യൂഷൻ ഇടാൻ പാടില്ല. ആരെങ്കിലും ഒരു കള്ളപ്പരാതി കൊണ്ടുകൊടുത്താലുടൻ അധ്യാപകനെ പ്രതിയാക്കി നിങ്ങൾ FIR ഇടരുതെന്ന് കേരള ഹൈക്കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അധ്യാപകർ ചൂരൽ കയ്യിലെടുക്കണം. നിങ്ങൾക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു സോഷ്യൽ അന്തസ്സുണ്ട്. ഇതൊരു സേവനമാണ്. മാസാമാസം കിട്ടുന്ന ശമ്പളമല്ല ഇതിൻ്റെ ആധാരശിലയെന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രൈറ്റീരിയ മറ്റൊന്നാണ്. നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ അധ്യാപകർ റിട്ടയർ ചെയ്ത് വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു IAS പാസ്സായ ഇവിടെ പഠിച്ചൊരു വിദ്യാർത്ഥി നേരെ വന്ന് കളക്ടറുടെ കാറ് നിർത്തി, മാഷെന്നെ ഓർക്കുന്നുണ്ടോ, ഞാൻ 8Cയിലിരുന്ന വിദ്യാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അഭിമാനം, അത് ഒരു തുകയ്ക്കും തികയത്തില്ല. അത് ഞാനും ഒരു കോളേജിൽ തൃശ്ശൂരിൽ കുറച്ചു കാലം പഠിപ്പിച്ച ആളാണ്. ഇപ്പോഴും ഞാൻ പഠിപ്പിച്ച ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും നിർവൃതിയുമാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളിൽ നിങ്ങളൊക്കെ അറിയുന്ന K. രാധാകൃഷ്ണൻ MP വരെയുണ്ട്. സുനിൽകുമാറും തൃശ്ശൂരിലെ MLA ഒക്കെ എൻ്റെ വിദ്യാർത്ഥികളാണ്. UP ജോസഫ് ഇവരൊക്കെ എൻ്റെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ചില ഒറ്റപ്പെട്ട രാത്രി നേരങ്ങളിലൊക്കെ ഈ രാധാകൃഷ്ണൻ എന്താണെന്നറിയില്ല, ചിലപ്പോൾ മാഷയെന്ന് നീട്ടി ഒന്ന് വിളിക്കും എന്നെ. ചിലപ്പോൾ ഒരു കാര്യവും കാണത്തില്ല. അപ്പോൾ ഈ രാത്രി നേരങ്ങളിൽ ഈ തെറ്റി വരുന്ന ഈ മാഷയെ വിളി എന്നിൽ പഴയ അധ്യാപകനെ ഉണർത്തി എഴുന്നേൽപ്പിക്കും. ഞാൻ ആലോചിക്കും, ഏതെങ്കിലും ഒരു ജോലിയുണ്ടോ ഇങ്ങനെ? കാര്യം ഞാൻ ഈ രാധാകൃഷ്ണനെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് 40 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. 42 കൊല്ലം ആയി കാണും. ഈ 42 കൊല്ലങ്ങൾക്ക് ശേഷവും ആ ജോലിയുടെ താമര നൂല് നമ്മളെ ഇങ്ങനെ വിടാതെ പിന്തുടരുകയാണ്. അപ്പോൾ രാധാകൃഷ്ണൻ എന്തെങ്കിലും ഒരു വിഷമമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വിഷമമാണ്. ഈ ജോലിയുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത അത്. അതേസമയം നമ്മൾ ടെലിവിഷൻ ചാനലുകൾ ഞാൻ എത്രയോ ആളുകളെ കണ്ടുമുട്ടി. ചില ആളുകൾ അകാലത്തിൽ കടന്നുപോയി, ചിലർ മരിച്ചുപോയി. അതൊക്കെ അവരുടെ തലയിലെഴുത്തെന്ന് മാത്രം കരുതി നമ്മൾ സമാധാനിക്കുകയാണ് പതിവ്. അപ്പോൾ അധ്യാപകരായ നിങ്ങൾ തീർച്ചയായിട്ടും ചൂരിലെടുക്കണം. അതിലെടുത്ത ഉമ്മമാർ ഇവിടെ ഇരിക്കുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, നിങ്ങൾ ചൂല് കയ്യിലെടുക്കണം. അതായത് സമൂഹത്തിൽ മാലിന്യം പെരുകുന്ന സമയത്ത് ഉമ്മമാർക്കും അമ്മമാർക്കും മാത്രമാണ് അത് അടിച്ചു വൃത്തിയാക്കാൻ പറ്റുന്നത്. എവിടെയൊക്കെ അമ്മമാർ ചൂലെടുത്തിട്ടുണ്ടോ, എവിടെയൊക്കെ അമ്മമാർ മാലിന്യം അടിച്ചു വാരാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
വലിയ കോട്ടോകത്തളങ്ങൾ തകർന്നു വീണിട്ടുണ്ട്. പുത്തനങ്ങാടിയിൽ പോയി ശ്രദ്ധയാർന്നൊരു ചൂല് വാങ്ങുക എന്ന് ചെമ്മനം ചാക്കോ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപഹാസ്യ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങളൊരു ചൂല് വാങ്ങിക്കുക, അടിച്ചു വൃത്തിയാക്കണം. ഈ നരാധമന്മാർ നമുക്കിടയിൽ മാന്യന്മാരായി അവരുടെ കുപ്പായമിട്ട് നടക്കാൻ നമ്മൾ അനുവദിക്കരുത്. നിങ്ങൾക്കറിയുമോ, ഈ നാട്ടിൽ രാസലഹരി കൊണ്ടുവരുന്നത് വിദേശ നാട്ടിലിരുന്ന് ഈ ശൃംഖല നിയന്ത്രിക്കുന്നൊരു മാഫിയ തലവനല്ല. നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ തന്നെ 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 3 ലക്ഷം രൂപ പെട്ടെന്ന് വരുമാനമുണ്ടാക്കാൻ ആർത്തിമൂത്ത് വട്ടായി കർണാടകത്തിലേക്ക് വണ്ടി കയറുകയാണ്. കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നിന്ന് രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കുരുന്നുകൾക്ക് പോലും നൽകി അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തണം. അവരെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുക മാത്രമല്ല, പോലീസിന് കാട്ടിക്കൊടുക്കണം. തൊട്ടയലത്ത് താമസിക്കുന്നവനായാലും അവനെ വെറുതെ വിടാൻ പാടില്ല. കാര്യം ഒരു തലമുറയുടെ കടക്കലാണ് അവൻ കത്തിവെക്കുന്നത്. വിജയത്തിൻ്റെ വഴിയിലൂടെ, ഏണിപ്പടികളിലൂടെ ജീവിത വിജയം നേടിയാനുള്ളൊരു കുരുന്നിൻ്റെ യാത്രയ്ക്ക് മുന്നിലാണ് അവൻ കയറി നിൽക്കുന്നത്. അതനുവദിക്കരുത്. അവൻ്റെ കടയറുത്ത് വീഴ്ത്തണം. നമുക്ക് ചില സിവിൽ അധികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു വിൽപ്പനക്കാരനെ കൺമുന്നിൽ കണ്ടാൽ അവനെ പിടിച്ചു നിർത്തി പോലീസ് അധികാരികൾക്ക് കൈമാറാനുള്ള അവകാശം ഭരണഘടനാപരമായി ഈ നാട്ടിലെ ഒരു പൗരനുണ്ട്. ആ പൗരാവകാശ ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് നിയന്ത്രിച്ച് നിർത്തുക തന്നെ വേണം. ഞാൻ പറയുന്നത്, കുട്ടികളെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് എവിടെയാണ്? വീട്ടിലാണ്. വീട്ടിൽ കുട്ടികൾക്കുണ്ടാകുന്ന ഭാവമാറ്റം അമ്മമാർ തിരിച്ചറിയണം. ഉമ്മമാർ അവരുടെ ബാഗ് പരിശോധിക്കണം. ഒരുപാട് മണിക്കൂർ സ്മാർട്ട് ഫോണിൽ സംസാരിക്കുന്ന ഒരു മകൾ ആരോടൊക്കെയാണ് ബന്ധപ്പെടുന്നതെന്ന് അറിയാൻ ഒരു ഉമ്മയ്ക്ക് അവകാശമുണ്ട്. വാട്സപ്പ് വഴി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുവൻ പറയുന്ന കള്ള വാചകങ്ങളിൽ വീണു പോകുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത സമയത്ത് എൻ്റെ നാടായ കൊട്ടാരക്കരയിൽ നിന്ന് 15 വയസ്സുള്ളൊരു പെൺകുട്ടി നമ്മുടെ ഈ പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് വരെ ഒളിച്ചോടി വന്നു. ഈ പെരിന്തൽമണ്ണയിലുള്ള ഒരാൾ പറഞ്ഞു അവൻ MSc പാസ്സായതാണ്, MSc സെക്കൻഡ് റാങ്ക് ഹോൾഡറാന്ന് പറഞ്ഞു. അവൻ 9ാം ക്ലാസ് പാസ്സായിട്ടില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരുത്തം പറയുകയാണ് ഞാൻ MSc, അവൻ സെക്കൻഡ് റാങ്ക് പറഞ്ഞു. എന്തുകൊണ്ടും അവൻ ഫസ്റ്റ് റാങ്ക് പറഞ്ഞില്ല. അവൻ കള്ളം പറയുമ്പോൾ 1ാം റാങ്ക് പറയായിരുന്നു, അവൻ പറഞ്ഞില്ല. അവൻ വളരെ സഹൃദയനാണ്. അവൻ പറഞ്ഞ കാര്യം വിശ്വസിച്ച് കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി കയറി ഒരു പെൺകുട്ടി പെരിന്തൽമണ്ണയിൽ വന്ന് അവളുടെ ആൺ സുഹൃത്തെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ കാമകുരുന്ന് വാക്ക് ഉപയോഗിക്കുന്നില്ല, ഞങ്ങൾ കണ്ടുപിടിച്ച പദം അത് ആൺ സുഹൃത്തിനെ തേടി പെരിന്തൽമണ്ണയിൽ വന്നപ്പോൾ അറിയുന്നു അവൻ 9ാം ക്ലാസ് ജയിച്ചിട്ടില്ല. വേണമെങ്കിൽ അവൻ ജയിച്ചേനെ, അവൻ ഇത്രയും കള്ളക്കാപാലികനാണ് അവൻ. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ എൻ്റെ കുട്ടികളെ നിങ്ങൾ വിശ്വസിക്കരുത്. അവൻ കള്ളപാതാണിയായിരിക്കും. അവൻ നിങ്ങളെ ചതിക്കുഴിക ഒരുക്കി നിങ്ങളെ എങ്ങോട്ടെങ്കിലും തള്ളി നീക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും. കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ നമ്മൾ കോവിഡ് കാലത്ത് വാങ്ങിച്ചു കൊടുത്തു. മാത്രമല്ല, കുട്ടികളൊക്കെ കഥ കടച്ച് മുറിക്കുള്ളിൽ നിന്ന് 10-12 മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പുറത്തിരുന്ന് മാതാവ് സന്തോഷിക്കുകയാണ്. എൻ്റെ കുഞ്ഞ് പഠിക്കാൻ തുടങ്ങിയാൽ പിന്നെ മണിക്കണക്കേ അവന് പ്രശ്നമല്ല. അവൻ അവിടെ ഇരുന്ന് എന്ത് തോന്നിയവാസമാണ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അറിയാൻ പറ്റുന്നില്ല. ഇത് ചോദിക്കാനും പറ്റില്ല. കുട്ടികൾ ആ നിലയൊക്കെ കടന്നു. കുട്ടികളെയൊക്കെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. ഞാനിത് പറഞ്ഞത് കേട്ട് നാളെ വല്ല ചൂരിലെടുത്ത് പിള്ളേരെ പിന്നാലെ പോയാൽ പിള്ളേരിറങ്ങിയങ്ങ് പോകും, ചിലപ്പം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണം. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ മലപ്പുറത്ത് വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, നമ്മുടെ കളിക്കളങ്ങളിൽ നമ്മുടെ ഫുട്ബോൾ ലഹരിയായിട്ട് മാറ്റിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ലഹരിക്കൊരു മറുപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫുട്ബോളാണ് ലഹരി. ഞങ്ങൾ ഇന്നലെ ഒരു സെവൻസിൻ്റെ ഇടയിൽ പോയി. അതായത് എന്തൊരു ആവേശമാണത്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കുട്ടികൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ സമയത്ത് കളിക്കളങ്ങൾ തുറന്നു വിടണം. പാട്ടുപാടി, നമ്മുടെ ചക്കയുടെ പാട്ട് പാടിയില്ലേ, അതുപോലെ ചക്ക പാടി തീരട്ടെ സമയം. ഇഷ്ടം പോലെ സമയം വേണം. അതുപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ സാഹിത്യവാസനയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. നാടകം കളിക്കാൻ താല്പര്യമുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഇഷ്ടമുള്ള അവർക്ക് ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യരുത്. കുട്ടികളിൽ അവരുടെ താല്പര്യമനുസരിച്ച് നമ്മൾ മുന്നോട്ട് വിടുക. നമ്മളൊരാളെ കണ്ടാലുടൻ ഇവനെ എഞ്ചിനീയർ ആക്കിയിട്ട് തന്നെ കാര്യം എന്ന് തീരുമാനിച്ചൊരു പിതാവ് പുതിയ കാലത്തിൽ ഇറങ്ങരുത്. ആ കുട്ടിയിലൊരു അഭിരുചി ഉണ്ടാകും, ഒരു ടേസ്റ്റ് ഉണ്ടാകും. ആ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഈ കുട്ടികൾക്ക് കളിക്കളങ്ങൾ തുറന്നു കൊടുക്കുക. മലപ്പുറത്താണെങ്കിൽ ഫുട്ബോൾ തന്നെയാണ്. ഞങ്ങൾ ഈ യാത്ര തുടങ്ങുമ്പോൾ IM വിജയൻ ഞങ്ങളെ കണ്ടിരുന്നു. ഞാൻ ആ സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ച് വശം കെട്ട ആ മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയി, ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലഹരി കളിയാണ്, ഫുട്ബോളാണ്, കാൽപന്താണ്. അപ്പോൾ കാൽപന്ത് കളിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക ഈ സ്കൂൾ. ഞാൻ പറയാൻ വന്നത്, കുട്ടികൾക്ക് ഒരുപാട് സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന മനസ്സ് സാത്താൻ്റെ ഇരിപ്പിടമാകും എന്ന് ചില ആളുകൾ പറയില്ലേ. സാത്താൻ്റെ ഇരിപ്പിടം കയറി
അവർ വേറെ എന്തെങ്കിലും പൈശാചികമായ കർമ്മത്തിലേക്ക് ഈ വഴിയാത്ര നടത്തിയാൽ നമുക്ക് പ്രശ്നമാകും. ഒരമ്മ അല്ലെങ്കിൽ ഒരു ഉമ്മ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് വഴിക്കണ്ണുമായി കാത്തിരുന്ന് മടങ്ങി വരുമ്പോൾ അവൻ കൊലപാതകം ചെയ്യാനുള്ള കത്തിയുമായിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ താങ്ങാൻ കഴിയില്ല. നമുക്കെന്താണ്, ഒരു ദിവസം ഒരു 10-600 പേരിപ്പോൾ ഈ രാസലഹരിക്ക് അടിമയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി 1 മണിക്കൂർ പോലും നമുക്ക് താമസിക്കാൻ കഴിയില്ല. നമുക്ക് പിടിച്ചു നിർത്തണം. നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ രാസലഹരിയുടെ കുഴപ്പം എന്താണെന്നറിയാമോ? ഒരു മനോരോഗി എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ തന്നെയാണ് ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളും പ്രവർത്തിക്കുക. മനസ്സും തലച്ചോറും തമ്മിലുള്ള വൈദ്യുത ബന്ധം തകർന്ന് തരിപ്പണമാകും. തലച്ചോറിലൂടെ അഗ്നിവായും എപ്പോഴും ഭയചകിതമായ നോട്ടവും നടപ്പുമായിരിക്കും ഒരു മനോരോഗിയുടെ ഫലം. മാനസിക നിലതെറ്റി ഒരാൾ എങ്ങനെ പെരുമാറുമോ അതിനേക്കാൾ മോശമായിരിക്കും ഒരു MDMA കഴിച്ചയാൾ. ഞങ്ങളുടെ യാത്രയ്ക്കിടയിൽ ചില അഡിക്ഷൻ സെൻ്ററിൽ ഇത്തരം ചില മനോരോഗികളെ നമ്മൾ കണ്ടു. മനോരോഗികളല്ല അവർ MDMA രോഗികളാണ്. അപ്പോൾ രോഗത്തിൻ്റെ മാറാത്ത സ്ഥലത്തേക്ക്, ഒരു രോഗാലയത്തിൻ്റെ ഒരു ഒറ്റപ്പെട്ട സെല്ലിലേക്ക് ഒരു കുട്ടിയെ തളച്ചിടുമ്പോൾ അവൻ്റെ ജീവിതം എന്നേക്കുമായി തകർന്നു പോകും. നിങ്ങൾ അറിയുന്നത് പോലെ അവൻ്റെ ആയുസ് ബലം 7 കൊല്ലമായി ചുരുങ്ങും. 85-90 വയസ്സ് വരെ ജീവിക്കേണ്ട ഒരാളാണ് 7 കൊല്ലത്തിലേക്ക് ചുരുങ്ങുന്നത്. അതുമാത്രമല്ല, ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ അപകടം, ഒരിക്കൽ ഇതിൽ പെട്ടുപോയാൽ, ഇതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? ചിലപ്പോൾ കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന ഉറവിടങ്ങൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തി ബോംബിട്ട് തകർത്തു വന്നിരിക്കട്ടെ, എന്നാലും ബാക്കിയാവും ഇതിന് അഡിക്റ്റായ കുറേ കുട്ടികൾ. അവരെ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ഏറെ കാലം എടുത്തുനിന്ന് വരും. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളുടെ പുറത്ത് നിങ്ങൾക്കുള്ള ജാഗ്രത ഇരട്ടിയാക്കണം. നിങ്ങൾക്ക് ചുറ്റും അപരിചിതരായ ആളുകൾ റോന്തു ചുറ്റുന്നെങ്കിൽ അവന്മാരെ കണ്ടെത്തണം, പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അതിനകത്തൊന്നും അനുതാപത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ പറയുന്നത്, നമുക്കിനി താമസിക്കാൻ വഴിയില്ല. നമ്മളെ ഉറക്കം മതി ചങ്ങാതി എന്ന് പറയില്ലേ ആൾക്കാർ. ഇനി ഉറക്കം വേണ്ട നമുക്കത്. കാര്യം നമ്മുടെ ഉറക്കം കെട്ടുകഴിഞ്ഞു. നിദ്രാവിഹീനമായ രാത്രികൾ നമ്മളെ തേടി നടക്കുകയാണ്. അതുകൊണ്ട് ഈ യാത്ര ഞങ്ങൾ കാസർഗോഡ് അവസാനിപ്പിക്കും. കോഴിക്കോട് ബീച്ചിലാണ് ഇതിൻ്റെ അന്ത്യമുണ്ടാകുക. എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം, നിങ്ങൾക്കറിയുന്നത് പോലെ ഈ രാസലഹരിയൊക്കെ കേരളത്തിലേക്ക് വിടുന്നതിൽ മലയാളി ഏജന്റന്മാർക്ക് റോളുണ്ടെങ്കിൽ പോലും അന്തർദേശീയ തലത്തിൽ താൻസാനിയ പോലെയുള്ള വിദൂര നാടുകളിലിരുന്ന് ഈ ശൃംഖല നിയന്ത്രിക്കുന്ന ചില മഹാരഥന്മാരുണ്ട്. ചില നെറികേട് കാണിച്ച് ജീവിതം തള്ളി നീക്കുന്നവർ, നരാധമന്മാർ, പൈശാചികത മാത്രം ജീവിതത്തിൻ്റെ ഫിലോസഫിയാക്കി മാറ്റിയ ആളുകളാണവർ. അവരെ കയ്യാമം വയ്ക്കാൻ പോലീസ് സംവിധാനത്തിന് അത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നരാധമന്മാരോട് കേരളീയ ജനസമൂഹം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയണം, കേരളത്തിൽ വേര് പിടിക്കില്ല നീയൊക്കെ കേരളം വിട്ടു പോകണം. ഒരു നരാധമനും MDMA വിൽക്കുന്ന ഒരാളും കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകരുത് എന്ന് വിളിച്ചു പറയാൻ നമുക്കാകണം. 1,00,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം, ശക്തി പ്രകടനമാണ്, ഒരു അന്ത്യശ്വാസം നൽകാനായി നമ്മൾ കോഴിക്കോട് വിളിച്ചിരിക്കുന്നത്. ഈ 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിങ്ങളെല്ലാവരും വരണം. ഒരു ഞായറാഴ്ചയുടെ വൈകുന്നേരം നിങ്ങൾ അതിനായിട്ട് കളയുക. കാരണം നമ്മുടെ ജീവിതത്തിൽ എത്രയോ ദിവസങ്ങൾ പാഴായി പോകുന്നു. ഈ ദിവസം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. കാരണം ഈ ശക്തി കാണുമ്പോൾ കോട്ടകൊത്തളങ്ങളിൽ ഇരുന്ന് ലഹരിക്കെതിരെയുള്ള നമ്മുടെ സമരത്തിൻ്റെ കരുത്തെന്താണെന്ന് ഇവർക്ക് ബോധ്യപ്പെടണം. 1,00,000 ആളുകൾക്ക് ഒരു സ്വരമേ ഉള്ളൂ. അതിൽ ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല എന്ന് ഈ വിൽപ്പനക്കാരൻ നമുക്ക് ബോധ്യപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ആലോചിക്കും, കോഴിക്കോട് വരെ ഇനി വണ്ടി പിടിച്ചു പോകാനോ അല്ലെ ബസ് കയറിപ്പാനോ ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ ഒരു ലേശം ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ഈ പുഴ കടക്കും. അതല്ല, ബുദ്ധിമുട്ടാൻ മടിയാണെങ്കിൽ ഈ പുഴ നമ്മളെ വിഴുങ്ങും. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ കടലിൽ വീണ് കഴിഞ്ഞു. വലിയൊരു ജനസഞ്ചയം കടലിൽ വീണ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ മുങ്ങി മരിക്കണോ നമ്മൾ പൊങ്ങി വരണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം ഇതിൽ ആരെന്നില്ല, കുട്ടികളും എല്ലാവരും വരണം. നമ്മുടെ ഈ ജനസഞ്ചയത്തെ കാണുമ്പോൾ, നമ്മുടെ ജനസാഗരം ഇരമ്പി വരുന്നത് കാണുമ്പോൾ, ഈ കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇരുന്ന് ഏജന്റന്മാർക്ക് വേണ്ടി ദല്ലാൾ പണി ചെയ്യുന്ന ഈ കൊട്ടകൊത്തളങ്ങളിലെ ഈ നെറിയേട് കാണിക്കുന്ന നരാധമനാർ മുഴുവനും തകർന്ന് തരിപ്പണമാകും നാളെ എന്നൊരു പേടി, ഒരു ഭീതി അവനെ വേട്ടയാടണം. ആ ഭീതി അവന് നൽകണമെങ്കിൽ 1,00,000 ആളുകൾ അറബിക്കടലിൻ്റെ ഇരമ്പിയാർക്കുന്ന തിരമാലകളെക്കാളും വേഗത്തിൽ, ആവേഗത്തിൽ, ശക്തിയിൽ നമുക്ക് വിളിച്ചു പറയണം, കേരളത്തിലേക്ക് ഒരു MDMA-കാരനും പ്രവേശനമില്ല എന്ന്. നിങ്ങളെല്ലാവരും അവിടെ എത്തുമെന്ന പ്രതീക്ഷയോടെ
ഒരു ക്ഷമ നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, കാരണം നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപാട് യോഗങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചിലപ്പോൾ പറഞ്ഞുമൊക്കെ നമ്മൾ പോകുന്നത് കൊണ്ടാണ് 1 മണിക്കൂറിലധികം ലേറ്റായി പോയത്. വണ്ടിയിലിരുന്ന് എൻ്റെ ഭാര്യ പറയുകയായിരുന്നു, 1.5 മണിക്കൂറിലധികം കുട്ടികൾ അവിടെ ഇരിക്കുകയാണ്, നമ്മൾ ലേറ്റാക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിന് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ക്ഷമിക്കുക. പിന്നീട് ഒരു അവസരത്തിൽ അത് പാണക്കാട് തറവാടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. കാര്യം കേരളത്തിൽ മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ പാണക്കാട് നിന്ന് തുടങ്ങും എന്നാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പാണക്കാട് തങ്ങൾ കുടുംബം എന്ന് പറയുന്നത് കേരളത്തിൽ വെളിച്ചമായി മാറി എത്രയോ അവസരങ്ങളുണ്ട്. അപ്പോൾ അതിലൊരാളിൻ്റെ പേരിലുള്ള ഈ സ്കൂളെന്ന് പറയുന്നത് തീർച്ചയായും വെളിച്ചത്തിൻ്റെ ഒരു ഉയർത്തിക്കെട്ടിയ പന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പന്തം കത്തിപ്പടരട്ടെ. നിങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ വാർത്താമുറിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാനും ആഷ്മിയും വിജയകുമാറൊക്കെ കളസമൊക്കെ കയറ്റിയിട്ട് വാർത്ത വായിക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു MDMA-കാരൻ്റെയും വാർത്ത വരുന്നില്ല എന്നറിഞ്ഞാൽ ഞങ്ങൾ അഭിമാന പുളകിതരാകും. അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കാൻ പോയ എല്ലാ സ്കൂളിലും ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തലേ കൈയും വെച്ച് വാർത്ത വായിക്കേണ്ടി വരും. നമ്മൾ പോയി പറഞ്ഞിട്ടാണോ ഇനി അവിടെ കൂടിപ്പോയത്? അങ്ങനെയുണ്ടല്ലോ മലയാളികളോട്. ഇപ്പം നമ്മൾ ഈ KSEBയുടെ പരസ്യം കണ്ടില്ലേ, അപായം തുടരുന്ന ഒരു അസ്ഥികൂടം വെച്ചൊരു പരസ്യം. ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കും, അങ്ങനെ അങ്ങ് KSEB പറയും, ഒന്ന് തൊട്ട് നോക്കാം, ഇയാൾ എന്നെ അങ്ങനെ പഠിപ്പിക്കണം, ഒന്ന് തൊട്ട് നോക്കും എന്ന് പറഞ്ഞാൽ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും. അങ്ങനെ നമുക്ക് തോന്നാതിരിക്കാൻ, അങ്ങനെയുള്ള വാർത്തകൾ വരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളെല്ലാവരെയും കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നു. ഇനി 2 വാക്ക്. അപ്പം നിങ്ങൾ ക്ഷമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷമിച്ചു എന്നൊരു വാക്ക് ഒരു സിനിമയില്ലേ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ക്ഷമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം നമ്മുടെ യാത്ര നമ്മുടെ കൂടെയുള്ള ടെലിവിഷൻ അവതാരകനാണ്. വിജയകുമാർ കൊണ്ട്. അപ്പോൾ ആഷ്മി 2 വാക്ക് പറയും, അത് കഴിഞ്ഞ് വിജയകുമാർ 4 വാക്ക് പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകും. ഇനി ഞങ്ങൾ വയനാട് കയറുകയാണ്. ചുരം കയറി വയനാട്ടിലെ ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കാൻ. നമുക്കൊറ്റ ആഗ്രഹമുള്ളൂ, ഈ 40 കൊല്ലം ഈ പണി ചെയ്തു എന്നുള്ളതല്ല. അതിനപ്പുറം ഞങ്ങൾ ഈ നടത്തുന്ന ഈ 40 ഡിഗ്രി ചൂടിൽ ഞങ്ങൾ AC മുറിയിലേക്ക് ഇരുന്ന് വാർത്ത വായിച്ചവരാ കേട്ടോ. ഞങ്ങൾ നല്ല നിലയിലായിരുന്നു. അപ്പോൾ ഈ അവിടെ ഇരുന്ന് വാർത്ത വായിച്ച് ഞങ്ങൾ ഇത്രയും വെയിൽ കൊണ്ട് 40 ഡിഗ്രി ചൂടി നടക്കുമ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായില്ലെങ്കിൽ എന്തിനാണോ മോനെ നീ ഇങ്ങനെ പോയെന്ന് കൊച്ചിക്കാർ നമ്മളോട് ചോദിക്കും. അതുകൊണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ഇന്ന് രാത്രി ഒരു അരമണിക്കൂർ ഇതിനെ ആലോചിക്കുക. നമ്മുടെ കുട്ടികളൊന്നും ചെന്ന് ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ജാഗ്രതകളും നിങ്ങൾ പാലിക്കണം. ഇനി ഹാഷിമിലേക്ക് ഗുഡ് ബൈ. മലയാള ഭാഷയുടെ ചടുലതയെ ഹൃദയത്തിൽ ആവേശിച്ചുകൊണ്ട് മനുഷ്യഹൃദയമിടിപ്പിനേക്കാൾ വേഗതയിൽ കേരളത്തോട് സംസാരിച്ചുകൊണ്ട് മലയാളിയുടെ യൗവനത്തിന് രാഷ്ട്രീയത്തിന് കൃത്യമായ മുഖം നൽകി യാതൊരു പക്ഷഭേദവുമില്ലാതെ വിമർശനങ്ങളിലൂടെ യൗവനത്തെ കാത്തു സൂക്ഷിക്കുന്ന ആഷ്മി സാറിന് കൊട്ടുക്കര സ്കൂളിൻ്റെ ഹൃദയഭൂവിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നേരമല്ലാതെ വൈകി, ഞാൻ അധികം നീട്ടുന്നില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രം പറയും. നമ്മൾ കഴിഞ്ഞ മാസം 16-ാം തീയതി തിരുവനന്തപുരത്തും തുടങ്ങിയ യാത്ര 9 ജില്ലകൾ പൂർത്തിയാക്കി 10-ാം ജില്ലയിലാണ്. നാളെ നമ്മൾ 11-ാമത് ജില്ലയിലേക്ക് വയനാട്ടേക്ക് കടക്കുകയാണ്. ഈ ജില്ലയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ശ്വാസമുട്ട് എന്നൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞു. അത്തരത്തിലുള്ള ശ്വാസമുട്ടൊന്നും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറഞ്ഞ മലപ്പുറത്തിന് നിറഞ്ഞ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ ആതിഥ്യ മര്യാദ, നിറഞ്ഞ ചേർത്തുപിടിക്കലുകൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അത് നമ്മൾ ഒരിക്കൽ കൂടി നേരിട്ടറിയിച്ചു. പക്ഷേ ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്ന ചില വിവരങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഫ്രം ദ ഡേ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ വാർത്താമുറിയിൽ കേട്ടതൊന്നും അല്ല, വാർത്താമുറിയിൽ കേട്ട ഗ്രാവിറ്റി ഒന്നും അല്ല. ഗ്രൗണ്ടിലുള്ള അവസ്ഥ, ഗ്രൗണ്ടിൽ അതിനേക്കാൾ ഭീഷണമായ രീതിയിൽ, അതിനേക്കാൾ തീവ്രമായ രീതിയിൽ ഈ പറയുന്ന രാസലഹരി MDMA, എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്താണ്, മെഥിലിൻ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറയുന്ന 1911 ആൻഡൺ കോളിൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റ് അവിടെ കണ്ടുപിടിച്ച ഒരു സാധനം 2025 ആകുമ്പോഴേക്കും നമ്മുടെ മുക്കുമൂലകളിൽ, നമ്മുടെ ഗ്രാമത്തിൻ്റെ ഇടവഴികളിൽ, നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും എവിടെയും MDMA എന്ന് പറഞ്ഞ രാസലഹരി സുലഭമാണ് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടായി. കുറേ അധികം രാസലഹരി പിടിക്കുന്നുണ്ട്. അത് പിടിക്കുമ്പോൾ പോലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന് പ്രകൃതിയെപ്പറ്റി പറയുന്നത് പോലെ അതിനേക്കാൾ അധികം, പിടിക്കുന്നതിനേക്കാൾ കൂടെ അധികം എവിടെ നിന്നൊക്കെയോ ഒന്ന് ഡംപ് ചെയ്യുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണെന്ന് പറഞ്ഞാൽ അത് മാരക രാസലഹരിയാണ്. നമ്മൾ പോകുന്നിടത്ത് ചോദിക്കും, നിങ്ങൾ മദ്യത്തെയും ഒക്കെ വെറുതെ വിടുകയാണോ ഇപ്പോൾ? അങ്ങനെയല്ല, മദ്യവും ഒക്കെ പ്രശ്നമാണെങ്കിൽ കൂടിയും ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അത് കെമിക്കൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അത് കില്ലർ ഡ്രഗ്സിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ അതിന് അഡിക്ഷനിൽ നിന്ന് കരകയറാനാവാത്ത വിധം ഇല്ലാതായി പോകുന്ന വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ അരീക്കരയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യം, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി MDMA അഡിക്റ്റായ കാര്യം പറയുക. നോക്കൂ എന്ത് ഭീകരാവസ്ഥയിൽ കൂടി നമ്മൾ
നമ്മൾ കടന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ഗവേഷക സംഘം സഞ്ചരിക്കുന്നുണ്ട്. ആ ഗവേഷക സംഘത്തോട് അവർ ഗവേഷകരാണെന്നറിയാതെ സമീപിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, ഒരു കുട്ടി പറഞ്ഞത്, ഇവിടെ നല്ല ഗുണമേന്മയുള്ള MDMA കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് അജിനാമോട്ടോ എന്തോ പൊടിച്ചു ചേർക്കുന്നെന്നോ എന്തോ കത്തിയ പ്ലാസ്റ്റിക്കിൻ്റെ ഗന്ധമുള്ള വ്യാജമായ MDMA കിട്ടുന്നു എന്നൊക്കെയാണ് അവരുടെ പരാതി. ഈ അടുത്താണ് ഇവിടെ അടിയുണ്ട്, കുട്ടികൾ തമ്മിൽ അടി. എന്താ അടിയുടെ കാരണം? MDMAക്ക് പകരം കർപ്പൂരം കൊടുത്തു. അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഭീകരമായ സാഹചര്യത്തിൽ നമുക്കിനിയും നോക്കി നിൽക്കാൻ കഴിയില്ല. നമ്മളിനി നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ തലമുറ വൃഥാവിലാവും. ഇനി അടുത്ത തലമുറയുടെ കൂട്ടക്കബറിടങ്ങളോ അല്ലെങ്കിൽ കൂട്ടക്കുഴിമാടങ്ങളോ ചിതകളോ കാണേണ്ട വല്ലാത്ത ഗതികളിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. ആ തിരിച്ചറിവിലാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നിൽക്കേണ്ടത്, നമ്മൾ ഉണർന്നെഴുന്നേറ്റ് നിൽക്കേണ്ടത്. ഡു ഓർ ഡൈ ആണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് സാഹചര്യം. നമുക്ക് മുന്നിൽ ശിരസ്സുയർത്തുനിന്ന് പോരാടുക, പൊരുതുക എന്നതിനപ്പുറം മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഇതിപ്പോൾ തന്നെ വല്ലാതെ വൈകി. അപ്പോൾ ആ പോരാട്ടത്തിൽ എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഈ കെട്ടകാലവും, നമ്മൾ പ്രളയകാലം കഴിഞ്ഞവരാണ്, നമ്മൾ കോവിഡ് കാലം കടന്നവരാണ്, അതുപോലെ ഈ കെട്ടകാലവും നമ്മൾ അതിജീവിക്കും എന്ന നല്ല പ്രതീക്ഷയോടെ തന്നെ ഞാൻ നിർത്തുന്നു. താങ്ക്സ് ലോട്ട്. വിജയേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ ഈ ലഹരി വിരുദ്ധ യാത്രയെ നിങ്ങൾ ശപിക്കും. കാരണം നിങ്ങൾ എത്ര മണിക്കൂറായി ഇവിടെ കാത്തിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളരെ വിശദമായി ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല. SK ആമുഖമായി അദ്ദേഹത്തിൻ്റെ യാത്രയുടെ പശ്ചാത്തലമൊക്കെ വിവരിച്ചു കഴിഞ്ഞു. ഈ സംഘം ഇനിയിപ്പോൾ നമ്മളിനി വയനാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട്ടിലെ ഇപ്പോൾ ഒരു വാർത്ത ഞാൻ അങ്ങോട്ട് വായിച്ചതേ ഉള്ളൂ, കണ്ടതേ ഉള്ളൂ. വയനാട്ടിൽ ഒരച്ഛനും മകനും ലഹരിക്ക് അടിമയായി 5 വാഹനങ്ങൾ ഈ വൈകുന്നേരം നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മളിനി പോകേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. അവിടെ 5 വാഹനം തകർത്തു. അച്ഛനും മകനും ഒരുമിച്ചാണ്, രണ്ടുപേരും ലഹരിക്ക് അടിമയാണ്. അവർ തടയാൻ ചെന്ന പോലീസിനെ ഉപദ്രവിച്ചു, പോലീസ് വാഹനം തകർക്കാൻ ശ്രമിച്ചു, വഴിയെ പോയ മുഴുവൻ ആളുകളെയും ആക്രമിച്ചു. ഒരു കാറിലേക്ക് ഇടിച്ചു കയറി അച്ഛനും മകനും കൂടെ അവിടെ കാർ യാത്രക്കാരെ ഉപദ്രവിച്ചു. അതിസാഹസികമായാണ് ഈ അച്ഛനെയും മകനെയും പോലീസ് കീഴടക്കിയത്. നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നു അധികം ദൂരമൊന്നും ആയിരിക്കില്ല വയനാട്ടിൽ. അപ്പോൾ നമ്മളിനി ലഹരി വിരുദ്ധ സന്ദേശം നൽകാൻ പോകുന്ന വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു വിവരമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ അറിയുന്ന, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അറിയാതെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന എത്രയോ വാർത്തകൾ. ഞാനിപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വേദികളിൽ സംസാരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത എന്തെങ്കിലും പറയുമല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഒരു വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ലഡ്ഡു വിതരണം ചെയ്തോ പായസം ഉണ്ടാക്കിയോ മധുരം വിതരണം ചെയ്തോ ഒക്കെയാണ്. അങ്ങനെ കൊല്ലത്തൊരു വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായപ്പോൾ ലഹരി പാർട്ടി നടത്തി. എന്ന് വെച്ചാൽ രാസലഹരി, ഏതെങ്കിലും ആളുകൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, രാസലഹരി വെച്ചൊരു പാർട്ടി നടത്തി. ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ, നവജാത ശിശുവിൻ്റെ ബന്ധുക്കൾ 4 പേര്, അതിലൊരാളുടെ പ്രായം 35, ബാക്കി മുഴുവൻ 20-25 റേഞ്ച് പ്രായമുള്ളവരാണ്. അപ്പോൾ 4 പേരെയും പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം. അപ്പോൾ ഇതെന്തോ മാന്യമായ ഒരു സംഗതിയാണ് ഈ രാസലഹരി ഉപയോഗിക്കുന്നത് എന്ന മട്ടിൽ നമ്മൾ അതിനൊക്കെ ഒരു മാന്യത കിട്ടുന്നുണ്ടോ എന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട്. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് സാധാരണ കുട്ടികളൊക്കെ സ്നേഹം പ്രകടിപ്പിച്ച് മടങ്ങുമ്പോൾ കള്ള് കുടിച്ച്, എന്ന് വെച്ചാൽ മദ്യം കുടിച്ച് ആഘോഷിച്ച് പോകാൻ വേണ്ടി പത്തനംതിട്ടയിൽ ഒരു സ്കൂളിലെ കുട്ടികൾ മദ്യക്കുപ്പികളുമായി 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ ദിവസം വന്നു. അവർ ലാസ്റ്റ് ഡേ അങ്ങനെയാണ് വന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾക്ക് മദ്യം വാങ്ങാൻ നിയമപരമായി നമ്മുടെ നാട്ടിൽ കഴിയില്ല, പക്ഷേ അവർക്ക് മദ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ലഹരി വസ്തുക്കൾ സുലഭമായി നമ്മളുടെ നാടുകളിൽ വീടുകളിലൊക്കെ കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നതാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് ഇറങ്ങിയ സമയത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ 10ാമത്തെ ജില്ല മലപ്പുറത്തെ പര്യടനം പൂർത്തിയാകുമ്പോൾ ആശ്വസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എന്നാൽ ആശങ്കപ്പെടാൻ ഏറെയുണ്ട് താനും. അതാണ് നമുക്ക് പൊതുവെ പറഞ്ഞു വയ്ക്കാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ നേരിടുന്നത് ചെറിയ ശത്രുവിനെയല്ല, വലിയ ശത്രുവിനെയാണ്. എത്രയോ കോടികളുടെ ബിസിനസ് നടത്തുന്ന വലിയ ലഹരി മാഫിയ സംഘത്തെയാണ്. അവരെ നേരിടുമ്പോൾ നമ്മുടെ കയ്യിൽ ആയുധമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഓരോരുത്തരും അതിനെതിരായ പോരാട്ടത്തിൽ ഓരോ പടയാളികളാകുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഞങ്ങളതാണ് ചെയ്യുന്നത്. ഈ പോരാട്ടത്തിൽ ഞങ്ങളൊരു പടയാളിയായിട്ടുണ്ട്. SKൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പടയായി തന്നെ, ഒരു പടയാളികളുടെ കൂട്ടമായി തന്നെയാണ് ഈ യാത്ര പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത്. കാസർഗോഡേക്ക് പോകുന്നത്, കോഴിക്കോട് ഈ 20ാം തീയതി നടക്കുന്ന വലിയ സമ്മേളനം, അത് യഥാർത്ഥത്തിൽ ഈ യാത്രയുടെ 2ാം ഘട്ടമാണ്. ഒരു ഫോളോ അപ്പ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച്
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. അത്തരമൊരു റിപ്പോർട്ട് തരണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. അതിൽ ഈ കേരളത്തിലെ ലഹരി സുലഭമായി കിട്ടുന്ന ഹോട്ട്സ്പോട്ടുകൾ ഞങ്ങൾ ഉറപ്പായും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്തരം ശക്തികൾക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ, ഭരണ, പോലീസ്, എക്സൈസ് നേതൃത്വങ്ങളുടെ പേരെടുത്തു പറഞ്ഞ് ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ആ റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. മറ്റൊന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടാൻ പോകുന്നത് ഇതൊക്കെയാണ്. ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്കൂൾ കരിക്കുലത്തിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ടതിൻ്റെ ചില കൺസ്ട്രക്റ്റീവായ ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാനായി വയ്ക്കുന്നു. മറ്റൊരു റിപ്പോർട്ട് കോൺഫിഡൻഷ്യലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന, ഈ അധാർമിക ശക്തികളെ പിന്തുണയ്ക്കുന്നവരെയൊക്കെ വിവരങ്ങൾ അത്തരം കേന്ദ്രങ്ങളിലുണ്ടാകും. അതിൽ എന്തെങ്കിലും നടപടി സർക്കാർ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അധികാരികളുടെ കണ്ണു തുറക്കും വരെ, അവരെ നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ പോരാട്ടം തുടരും. അതിൽ പരമാവധി ആളുകളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ എത്തിയ നല്ല മനസ്സുകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, വരാൻ വൈകിയതിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു ആഘോഷമാണ്. ആഘോഷം എന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫ്ലവേഴ്സ് ചാനൽ പ്രേക്ഷകരുടെ വീടുകളിലേക്ക്, സ്വീകരണ മുറിയിലേക്ക് എത്തിയിട്ട് സാർത്ഥകമായ 10 വർഷം തികയാണ്. എല്ലാ തരത്തിലും സാർത്ഥകമായ 10 വർഷമാണ്. മലയാളിയുടെ ദൃശ്യബോധത്തിന് പുതിയ അർത്ഥതലങ്ങൾ ചമച്ച ഒരു ചാനലാണ് ഫ്ലവേഴ്സ്. ആ ഫ്ലവേഴ്സിൻ്റെ മടിത്തട്ടിലാണ്, SKN പറയുന്ന പോലെ ആ ഫ്ലവേഴ്സിൻ്റെ മടിത്തട്ടിലാണ് 24 പിറന്നു വീണത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു ദിവസമാണ്, ഒരു മുഹൂർത്തമാണിത്. ആ ഫ്ലവേഴ്സിൻ്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു കേക്ക് മുറിച്ച് ഈ ആഘോഷം എല്ലാവരോടുമൊപ്പം മുഴുവൻ മലയാളി പ്രേക്ഷകരുടെയും പ്രതിനിധികളായി നിങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഈ കേക്ക് മുറിക്കുന്നത്. SKN അതിനെപ്പറ്റി 2 വാക്ക് പറയും. എന്തായാലും 10 വർഷം കടക്കുന്നു ഫ്ലവേഴ്സ് എന്നുള്ള കാര്യം. ഇതിന് ജനങ്ങളുടെ ഒരു ഹൃദയത്തിൽ കയറാൻ ഇടം കിട്ടിയ ചാനലാണ്. നിങ്ങൾ നൽകുന്ന പിൻബലത്തിന് നന്ദി. നമ്മളൊരു കേക്ക് മുറിച്ചിട്ട് കൊണ്ടോട്ടി തന്നെ വേറൊരു ചെറിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ അങ്ങോട്ടങ്ങ് പോകും. ഓക്കെ, താങ്ക് യു. മലയാളം വരിക. നമ്മുടെ ക്രൂ എല്ലാം ഇങ്ങനെ വരാമോ? നമ്മുടെ ഫ്ലവേഴ്സിന്റെ ക്രൂ എല്ലാം ഇങ്ങനെ വരാമോ? നമ്മളുടെ മുഴുവൻ ക്രൂവും സ്റ്റേജിലേക്ക് വരുമോ? ഇനി നടക്കാനുള്ളത് ഒരു നറുക്കെടുപ്പാണ്. ഞങ്ങൾ നമ്മളുടെ യാത്രയുടെ ഓരോ ജില്ലയിൽ നിന്നും, ഓരോ 14 ജില്ലകളിൽ നിന്നും 14 ഭാഗ്യവാന്മാരെ കണ്ടെത്തുന്നുണ്ട്. ആ ഭാഗ്യവതികൾക്ക് നൽകുന്നത് ഒരു വിദേശ യാത്രയാണ്. സിംഗപ്പൂരിലേക്കൊരു ആഡംബര ക്രൂയിസിലുള്ള യാത്രയാണ്. ആ യാത്ര സ്പോൺസർ ചെയ്യുന്നത് ബെന്നീസ് റോയൽ ടൂർസ് ആണ്. അപ്പോൾ ഇതാ മലപ്പുറം ജില്ലയിലെ വിജയി ആരാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ആ നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്.
മോളെ വരുമോ? ഒരു കാര്യം വരൂ, ബാ ഒരാൾ ബാ. ഈ നറുക്കെടുപ്പ് ബാ. ഇതൊന്ന് മിക്സ് ചെയ്തിട്ടേ ഒന്ന് എടുത്തേ. ഒരെണ്ണം എടുത്തോ. മലപ്പുറത്തെ ഭാഗ്യവാൻ ആരാ? പേര് വായിച്ചു. റഷീദ് പരവക്കൽ, കോട്ടക്കലാണല്ലേ? കോട്ടക്കലാണ്. അപ്പൊ കോട്ടക്കലെ റഷീദ് പരവക്കലാണ്. അതിങ്ങ് തന്നോളൂ. പേരെന്താ മോടെ? താങ്ക് യു ഹൗന, താങ്ക് യു. കോട്ടക്കലാണ്. പ്രിയപ്പെട്ടവരെ, കൊട്ടുക്കര സ്കൂളിൻ്റെ കലാലോകത്തെ ചെണ്ടവാദ്യത്തിലൂടെയും മറ്റ് ഗാനാലാപനങ്ങളിലൂടെയും മലപ്പുറത്തിൻ്റെയും കേരളത്തിലെ ഈ ശ്രദ്ധയെത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശാംബാനു, നമ്മുടെ പ്രിയപ്പെട്ട SK സാറിൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് നമുക്ക് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്കെല്ലാം ശാംബാനു അറിയാം. ഒരു കാലത്ത് വർഷയും ശാംബാനുവും കേരളത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊട്ടുക്കര സ്കൂളിലെ നാടൻ പാട്ടിന് എത്തിച്ച് 1ാം സ്ഥാനം നേടിയവരാണ്. ശാംബാനു ഇവിടെയുണ്ട്. സാർ, പ്രിൻസിപ്പൽ സാർ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാടൻപാട് പാട്ടി കുട്ടികളും മാപ്പിളപ്പാട്ട് അവതരിപ്പിച്ച കുട്ടികളും വേദിയിലേക്ക് വരണം. വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കണേ. ാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. അത് നേരത്തെ SK സൂചിപ്പിച്ച പോലെ നമ്മൾ ഏതാണ്ട് ഒരു 60-65-70 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഇവിടെ ഓടിയെത്തിയത്. നല്ല ബ്ലോക്കായിരുന്നു. SK ആദ്യം വന്നു, പിന്നീട് ബാക്കിയുള്ളവരൊക്കെ വളരെ വൈകിയാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഏറെ വൈകിയും ഈ സന്ദേശം ഉൾക്കൊള്ളാൻ വേണ്ടി ഈ പരിപാടിയുടെ വിജയത്തിനായി ഇവിടെ എത്തിയ എല്ലാ നല്ല മനുഷ്യർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഒരിക്കൽ കൂടി. നമസ്കാരം.